ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് ഇടയാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ പ്രദർശിപ്പിക്കുകയോ ആ നിലയിൽ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. റോമർ 5-ാം അധ്യായം 2-ാം വാക്യം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മൂലം എന്നാണ് അവൻ മൂലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. മതി. വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. നാം നിൽക്കുന്നത് എന്തിലാണ്? നാം നിൽക്കുന്നത് കൃപയിലാണ്. ദൈവകൃപയാലാണ് നാം നിലനിൽക്കുന്നത്. ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മൂലം എങ്ങനെയാണ് പ്രവേശനം ലഭിച്ചത്? വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഒരൊറ്റ നാണയത്തൊട്ട് ചെലവില്ലാതെ, 1 കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. 2 ചിന്തകളാണ് ഇന്നും നാളെയുമായി ഇതേ ഭാഗത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, എങ്ങനെയാണ് ഈ വിശ്വാസത്താലുള്ള പ്രവേശനം സാധ്യമാകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് പറയണം. 2, ഈ പ്രവേശിക്കപ്പെട്ടവർ ഈ ദൈവകൃപയിൽ ഏത് നിലയിലായിരിക്കണം എന്ന് സംബന്ധിച്ച് മുമ്പും പിമ്പും ഇന്നും നാളെയുമായിട്ട് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതെന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ജനം ഏറെ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് വളരെ സങ്കടം ആ കാര്യത്തിലുണ്ട്. ഞാൻ കൃപയാൽ 22 വർഷമാകുന്നു വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ട്. ഒറ്റ വാക്കിലൊന്ന് പരിചയപ്പെടുത്തുക, അതിൻ്റെ ആവശ്യമില്ലെന്നറിയാമെങ്കിലും, ഒരു പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും അടങ്ങുന്ന കുടുംബം. പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ച് അതേ പശ്ചാത്തലത്തിൽ മറ്റൊരു കുടുംബമായി ജീവിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നു. അത് നിമിത്തം ജീവിതത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നു. ഉമ്മയെയും 2 പെങ്ങന്മാരെയും അമ്മയുടെ ചേച്ചി, ഞങ്ങളുടെ ഭാഷയിൽ വല്യമ്മ, നിങ്ങൾ വല്യമ്മച്ചി എന്ന് വിളിക്കുന്ന പോലെ വല്യമ്മയും അടങ്ങുന്ന ആ കുടുംബത്തെ ഏതാണ്ട് 16-17 വയസ്സിൽ എൻ്റെ തലയിൽ വെച്ചിട്ട് അപ്പൻ ഇറങ്ങിപ്പോയി. ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ ചിന്തിച്ചു നിന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ സ്നേഹം ജീവിതത്തിലേക്ക് കടന്നു വന്നു. അന്ന് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾ ജീവനോടെ ആയിരിക്കുന്നത്. അന്ന് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു എങ്കിലും വളരെയധികം എതിർത്തത് എൻ്റെ മാതാവായിരുന്നു. എന്നാൽ ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെങ്കിലും ചാടി ചാടി നിൽക്കുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മയും പെങ്ങന്മാരും എല്ലാം ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ എന്തിനാ അത്രയും പറഞ്ഞതെന്നറിയാമോ? പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. നേരിട്ട് ചോദിച്ചു, എങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അതിനെല്ലാം പറയുന്നൊരു ഒറ്റ മറുപടിയേ ഉള്ളൂ. ഈ കൃപയാൽ 22 വർഷക്കാലം വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത പട്ടുമെത്തയുടെ സമൃദ്ധമായ ഒരു ജീവിതത്തിലൂടെ പോയിട്ടല്ല. വളരെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടെങ്കിലും ഇപ്പൊ വരെ നിൽക്കാനുള്ള കാരണം ദൈവവചനത്തിലുള്ള ആശ്രയമാണ്. കുറുക്ക് വഴികളൊന്നുമില്ല. ദൈവവചനത്തിൽ ആശ്രയിക്കുക. ദൈവവചനത്തിൽ ആശ്രയിക്കുക. ഒരു വ്യക്തി ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ഈ കൃപയിലേക്ക് കടന്നു വന്നാൽ ആ വ്യക്തിയിൽ നിന്ന് ആദ്യം നീങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ നീങ്ങിപ്പോകേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഭയമാണ് നീങ്ങിപ്പോകേണ്ടത്. നിങ്ങളാരുടെയും സ്തോത്രം ഞാൻ കേട്ടില്ല. കാരണം ഈ ഭയം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാൻ കാരണം അല്ലെങ്കിൽ പോകേണ്ടെന്ന ആവശ്യകത, ഈ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ കടന്നു വരുന്ന അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന പ്രിവിലേജ്, അവൻ കടന്നു വരുന്ന ആ പദവിയുടെ വലുപ്പം എന്താണെന്ന് ഇന്നും നമ്മളിൽ പലർക്കും അറിയത്തില്ല. ആമേൻ. അതിന് ഒരു വാക്കിൽ ഞാനിങ്ങനെ പറയാം, കാൺമീൻ പറ. തന്നു അല്ലേ? രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തി, ആണോ പെണ്ണോ ആയിക്കോട്ടെ,
ആ വ്യക്തിയുടെ പദവി എന്താ? പറ. ദൈവത്തിന്റെ മക്കൾ. ഈ സമുദ്രത്തെയും ഭൂലോകത്തെയും ഇവിടെ കാണുന്ന സകലത്തെയും പടച്ചുണ്ടാക്കിയ ഒരുവനെ പിതാവേ എന്ന് വിളിക്കാൻ, അപ്പ എന്ന് വിളിക്കാൻ കഴിയുന്ന പദവിയിലേക്ക് നമ്മൾ വന്നു, അല്ലേ? അതിനേക്കാൾ വലിയ പദവിയുണ്ടോ? നിങ്ങൾ പറ. ഞാൻ എൻ്റെ മുമ്പിൽ ശ്വാസം പിടിച്ചൊന്നും ഇരിക്കേണ്ട. നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ ടെൻഷനും മാറിയിട്ട് ഇച്ചിരി സമയം സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുക. അപ്പോൾ ഈ സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കാനുള്ള ഒരു പദവി രക്ഷിക്കപ്പെട്ടവന് കിട്ടി. അതിനേക്കാൾ വലിയൊരു പദവി ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. ഇല്ല. അപ്പം സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയേണ്ടത്? കർത്താവേ, ഇനി ഒന്നും തന്നില്ലേലും പറ, സാരമില്ലെന്ന് പറയേണ്ടവരല്ലേ? അത്ര വലിയ രക്ഷയല്ലേ തന്നേ, അല്ലേ? പക്ഷെ നമുക്കിപ്പോഴും പരാതി തീർന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ പദവിയുടെ വലിപ്പം നമുക്ക് അറിയുന്നില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ നമ്മുടെ വലിപ്പം എന്താ നമ്മൾ അറിയുന്നില്ല. അതിന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നാട്ടില് ഒരു പെട്രോൾ പമ്പില് പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടിയെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുക. അപ്പോൾ അവിടുത്തെ സ്റ്റോക്ക് തീർന്നു. അവസാനം കാത്തു നിന്ന് ക്ഷമ നശിച്ച ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് ഇത്ര നേരം ആയില്ലെന്നൊക്കെ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഈ പമ്പുകാരൻ ടാങ്കർ ലോറിക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ ആകെ ബഹളമാണ്, നിങ്ങളത് കൊണ്ടുവരാത്തെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ വിഷമത്തോടെ പറയും, രക്ഷയില്ല സാറേ, ഇപ്പോഴെങ്ങും എത്തുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതിനാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയാണ്, വണ്ടിക്ക് പെട്രോൾ ഇല്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? മുതുകത്ത് ഒരു വണ്ടി, ഒരു ടാങ്കർ നിറയെ എന്താ ഇരിക്കുന്നത്? പെട്രോളാ. പക്ഷെ പുള്ളി പറയുന്നത് ഇനി വയ്യ, ഇനി 1 കിലോമീറ്റർ പോലും വയ്യ പോകാൻ. അങ്ങനെയാ നമ്മളും പറയുന്നത്. അടുത്തു പക്ഷെ വയ്യ. നമ്മൾ ആരാണ് എന്നുള്ള ബോധ്യം പലപ്പോഴും നമുക്ക് മറന്നു പോവുക. മനസ്സിലാകുന്നുണ്ടോ? അതിനൊരു പരിധിവരെ കാരണം നമ്മുടെ ആത്മീയ സമൂഹം ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് വചനത്തിലേക്കല്ല എന്നുള്ളതാണ്. വചനത്തിലേക്കല്ല, ലോകത്തിലേക്കാണ്. അപ്പൊ നമ്മൾ വചനത്തിൽ ആശ്രയിച്ചാൽ, ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്ത് പറയുന്നു, നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല. അതുകൊണ്ടാ ഭക്തൻ എഴുതി വെച്ചത്, ആമേ സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും മലകൾ വന്ന് കുലുങ്ങി താഴോട്ട് വീണാലും ഇവിടെ ഒരു കുലുക്കവുമില്ല, ഒരു നദിയുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഇവിടെ ചലിക്കാതെ നിൽക്കും. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവൻ എത്ര വന്നിട്ട് ഒരു മാറ്റവും, എന്നെ നോക്കി പറയാറുണ്ട്, ഒരു പാലം കുലുങ്ങിയാലും കേളൻ ഒരു വിഷയമല്ല, ഇവിടെ നിൽക്കുക. അത് കഴിവ് കൊണ്ടല്ല ദൈവമക്കളെ, മസിൽ പവർ കൊണ്ടല്ല, വചനത്തിലുള്ള ആശ്രയം. ഏതൊറക്കത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ചാലും ഒരു വിഷയം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്നാട്ടെ പുസ്തകമെടുക്കുക എന്ന് പറയാൻ ദൈവവചനത്തിലുള്ള ആശ്രയം. ആമേൻ. എന്നോടൊരാൾ ചോദിക്കാം, പാസ്റ്ററെ, താങ്കൾ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ വന്നു, താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ മിറക്കിൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറയും, ആമേൻ, ഇത്രയും കാലത്തിനിടയിൽ ദൈവം എന്നിൽ ചെയ്ത ഏറ്റവും വലിയ മിറക്കിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതാണ്. കാരണം മാനുഷിക ഡിഗ്രി പറയാനില്ല, ബുദ്ധിയിൽ വായിച്ചിട്ട് പലതും പിടികിട്ടുന്നില്ല, പുക പോലിരിക്കുന്ന കാലം. മദ്രസയിൽ ഖുർആൻ മാത്രം പഠിച്ചു വളർന്ന അറിവേ ഡിഗ്രി പരമായുള്ളൂ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ മുമ്പിൽ മുറുകെ പിടിച്ച് വചനത്തിൽ ആശ്രയം വെച്ച കാലം മുതൽ ഇന്നയോളം ഈ വചനം സംസാരിക്കാൻ ദൈവം നിർത്തിയിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത്. ആ ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഇല്ല. ചില ആളുകൾ ഇങ്ങനെ അങ്ങനൊന്നും പറയരുത്. ചില ആളുകൾ പറയും, മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നു ദൈവം ഇങ്ങനെ, ഇതിലൊന്നും കഥയില്ലെന്ന്. അതിനാ ദൈവത്തിന് വല്ല മുഖപക്ഷമുണ്ടോ? ഇല്ല. ഏത് പശ്ചാത്തലത്തിൽ നിന്നും വന്നോട്ടെ, അതല്ല മാറ്റർ. ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമുണ്ടോ? സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം വന്നിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ച് ഞാൻ ഈ വിഷയത്തോട് നീതി പുലർത്തുക. ഏറ്റവും വലിയൊരു സങ്കടം ഞാൻ പറയാം. പിന്നെ സഹോദരൻ മക്കള് എത്ര പേരാ? 2. ആണോ പെണ്ണോ? ഒരാണും ഒരു പെണ്ണും. ആണിന്റെ പേരെന്താ? ആഷർ. ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി ചോദിച്ചാ, ഈ ആഷർ എന്ന് പറയുന്ന ആ മകനും ഈ മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താ? അപ്പനും മകനും തമ്മിലുള്ള ബന്ധം അല്ലേ?
ആ ബന്ധത്തിന്റെ ആഴം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മളെല്ലാം ആ ഒരു പ്രോസസ്സിലൂടെ വന്നവരും നിൽക്കുന്നവരും ഒക്കെ തന്നെയാണ്. അപ്പോ ആ അപ്പൻ മകൻ തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഇരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവന് ലഭിച്ച പദവി എന്താ? ഏത് ബന്ധം? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ഈ ബന്ധത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ലോകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ വലുതാണ് സ്വർഗത്തിലെ ബന്ധം. അവിടെ നിൽക്കട്ടെ. ലോകപ്രകാരം ബന്ധമുള്ള, അതുകൊണ്ട് ആ കർത്താവ് തന്നെ പറഞ്ഞേ, നിങ്ങൾ ലോകപ്രകാരമുള്ള നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ? മുട്ട ചോദിച്ചാൽ തേളിന് ഇല്ല. അപ്പം ലോകത്തിലെ ബന്ധം ഇങ്ങനെ ആണെങ്കിൽ അതിലും വലുതാന്നല്ലേ കർത്താവ് പറഞ്ഞേ? അതെ. അപ്പൊ ലോകത്തിലെ ബന്ധം വെച്ചാ ഈ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ മകനുണ്ട്. ഈ മകനും അപ്പനും തമ്മിലുള്ള ബന്ധം അഭേദ്യമായ ബന്ധമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ദിവസം ഈ ആശേറിന്റെ ഒരു പ്രശ്നം എന്തെന്നറിയാമോ? ഈ ആശേറിനോട് ഈ അപ്പൻ മിണ്ടൂല. ആശേറിനോട് അപ്പൻ മിണ്ടൂല, ഒന്നും മിണ്ടൂല, ഇവനോടൊന്നും മിണ്ടൂല. അപ്പൊ ഇവന് ഒരു സൈക്കിൾ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ കേൾക്കണേ, സൈക്കിൾ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ആശേറിനോട് ഈ പുള്ളി മിണ്ടൂല. അപ്പൊ ഈ സൈക്കിൾ മേടിച്ചു തരണമെന്ന് പുള്ളിക്ക് കൊച്ചിന് ആഗ്രഹമുണ്ട്. അപ്പൊ കൊച്ച് അപ്പുറത്തെ വീട്ടിലെ തോമസിന്റെ അടുത്ത് ചെന്നിട്ട് പറയാ, തോമാച്ചാ, പപ്പായോടൊന്ന് ചോദിക്കോ, എനിക്ക് സൈക്കിൾ മേടിച്ചു തരാൻ വല്ല പ്ലാനും ഉണ്ടോന്നൊന്ന് ചോദിക്കോ. അപ്പം അതിനാ നിനക്ക് പുള്ളി എന്നോടൊന്നും മിണ്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് വന്ന് ചോദിക്കുന്നു. അപ്പൊ തോമസിനോട് ഇദ്ദേഹം പറയുന്നു, അതിപ്പം എനിക്ക് മേടിച്ചു കൊടുക്കാൻ ഇപ്പം പദ്ധതിയില്ല, പദ്ധതിയുണ്ട്, അതൊരു 3 മാസം കഴിഞ്ഞേച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറയുന്നു. ഉടനെ തോമസ് തിരിച്ചു വന്നിട്ട് സ്വന്തം ആശേറിനെ വിളിച്ചിട്ട് പറയുന്നു, ഭാരപ്പെടണ്ട, ഒരു 3 മാസത്തിന്റെ അപ്പുറത്ത് സൈക്കിളിന്റെ കാര്യത്തിൽ ഒരു വിടുതൽ നിങ്ങൾക്ക് മനസ്സിലായി എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പുള്ളി മോനോട് ഒന്നും എന്ത് ചെയ്യില്ല. നിങ്ങളുടെ സ്വത്രം പോയപ്പോ എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് പിടികിട്ടിയെന്നുള്ളത്. അപ്പൊ ഈ പുള്ളി സ്വന്തം മോനോട് എന്ത് ചെയ്യൂല, മിണ്ടൂല. അപ്പൊ മോനോട് മിണ്ടാത്തോണ്ട് മോന് തന്നെ കുറിച്ച് അപ്പനുള്ള പദ്ധതികൾ അറിയണമെങ്കിൽ ആരടുത്ത് ചെല്ലണം? ആ തോമസിനെ ആശ്രയിക്കണം. ഇതാണ് ഇന്നത്തെ ഗതി എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പാ പിതാവെന്ന് വിളിച്ചുകൊണ്ട് സമയഭേദമന്യേ ഏതു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തെങ്കിൽ അടുത്തു വരുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകിയെന്നും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നും വചനം എഴുതിയിരിക്കെ, രക്ഷിക്കപ്പെട്ട ദൈവവേദനായ നിന്നോട് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ അപ്പൻ സംസാരിക്കില്ല. പകരം നീ കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇരിക്കുന്നവനോട് ചോദിക്കുകയാണ്, ആ അപ്പൻ എനിക്ക് നൽകി തരുമെന്ന് അപ്പനോടത് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നം നിനക്കും അപ്പനും ഇടയിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആശറേ, നിന്റെ അപ്പൻ നിന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അപ്പന് നിന്നോട് മിണ്ടാൻ പറ്റാത്ത വണ്ണം നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു കുരുത്തക്കേട് നീ കാണിച്ചതാണ്. അത് നീ അപ്പനോട് ഏറ്റു പറഞ്ഞിട്ട്, അപ്പാ പറ്റിപ്പോയപ്പാ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് അപ്പനെ കെട്ടിപ്പിടിച്ചാൽ അവിടെ വെച്ച് വിഷയം തീരും. അപ്പൻ നിന്നോട് സംസാരിക്കും. പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇടപെടുന്നില്ലെങ്കിൽ, നിനക്ക് മറ്റൊരുത്തനെ ആശ്രയിച്ച് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഹിതം തിരയേണ്ടി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നിന്നോട് ഇടപെടാൻ കഴിയാത്ത നിലയിൽ നിന്റെ ജീവിതത്തിലുള്ള കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുക എന്നുള്ളതാണ്. അതിന് നമുക്ക് മനസ്സില്ല. കാലം എത്ര കഴിഞ്ഞാലും ഞാൻ തോമാച്ചനോട് ചോദിച്ചോളാം എന്നാ കൊച്ചു പറയുന്ന അവസ്ഥയാണ് ഇന്ന് ആത്മീയ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ദൈവവചനത്തിൽ നിങ്ങൾ ആശ്രയിക്ക്. ഷമീർ കൊല്ലമല്ല ബൈബിളിന്റെ അവസാന വാക്ക്. ഇവിടുത്തെ ഒരു പ്രസംഗകരുമല്ല ബൈബിളിന്റെ അവസാനത്തെ വാക്ക്. ആമേൻ. ഈ വേദപുസ്തകം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതപ്പെട്ടതാണെങ്കിൽ ഈ വേദപുസ്തകമാണ് നമുക്ക് അവസാനത്തെ വാക്ക്. ഈ പുസ്തകത്തിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഈ പുസ്തകത്തിൽ ഞങ്ങൾ നിങ്ങളോട് പഠിപ്പിച്ചതിന് വിപരീതമായി ഇനി ഞങ്ങൾ തന്നെ നാളെ വെളിവ് കേട്ട് വല്ലതുമെന്ന് പറഞ്ഞാലും, സ്വർഗത്തിൽ നിന്ന് ഒരു ഏഞ്ചൽ ഇറങ്ങുമെന്ന് പറഞ്ഞാലും അത് പുസ്തകത്തിലില്ലെങ്കിൽ ശപിക്കപ്പെട്ടതായിരിക്കട്ടെ. അങ്ങനല്ലേ? പക്ഷേ പുസ്തകത്തിൽ ഇല്ലേലും ഇപ്പം നമ്മുടെ ഗതി എന്താ? ഏഞ്ചലാണ് പറഞ്ഞെങ്കിൽ നമ്മൾ പറയും പുസ്തകത്തിൽ ഇല്ലേലും കുഴപ്പമില്ല, പറഞ്ഞതാരാ? പിന്നെ ഇറങ്ങി വന്ന് വെള്ള വസ്ത്രം ഇങ്ങനൊക്കെ പറയും. പക്ഷേ വചനത്തിൽ ആശ്രയം വെച്ചാൽ നമുക്ക് മനസ്സിലാകും ശരിയും തെറ്റും തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആമേൻ. A to Z നമ്മൾ ദൈവവചനത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം,
ആമേൻ, നാം വിശ്വാസത്താലാണ് ഈ കൃപയിലേക്ക് പ്രവേശിച്ചത് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. പ്രവേശിച്ചവർ എന്ത് ചെയ്യണം? അപ്പൊ ചില ആളുകളുടെ ചിന്തയുണ്ട്, അതിനിപ്പോ എന്നാ ചെയ്യാനാ, രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടു, അന്യഭാഷ പറയണമെന്ന് പറഞ്ഞു, അങ്ങനെ അവസാനം വല്ല വിധേനയും അത് പ്രാപിച്ചെടുത്തു. ചിലർ കുറെ കാലം ഇരുന്ന് പ്രാപിക്കാൻ പറ്റിയില്ല, അവസാനം പഠിച്ചെടുത്തു. അങ്ങനെ പണ്ട് കായംകുളത്ത് വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കായംകുളത്ത് വർഗീസ് വേ പാസ്റ്റർ സഭയിൽ വെച്ചിട്ട്, വളരെ നല്ല ശുശ്രൂഷ എന്നൊരു ദൈവദാസനാണ്, ദോഷം പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ സഭയിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നടക്കുക. ഞാൻ ആ പകൽ സെഷൻ ശുശ്രൂഷിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കൃപ, അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ നടന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് വിശ്രമിക്കാനായിട്ട് സഭാഹോളിൻ്റെ മൂലത്തിൽ തന്നെ ഞാൻ ആ പായൽ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് സഹോദരിമാർ തമ്മിൽ വാക്ക് തർക്കം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ അടി ഉണ്ടാക്കുവാണോ എന്ന് ഇങ്ങനെ ചോദിച്ചു. ഉടനെ പറഞ്ഞു, അയ്യോ അല്ല പാസ്റ്ററേ, ഞങ്ങളിങ്ങനെ എന്നാ വിഷയം എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല, എനിക്ക് വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ല. ഇവളെങ്ങനല്ല, ഇവള് നല്ല ഡിഗ്രി ഉണ്ട്, ഇവൾക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല കഴിവും ഒക്കെ ഉണ്ടതാ. പക്ഷേ പാസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിവരവും വിദ്യാഭ്യാസവും ഡിഗ്രി ഒന്നും ഇല്ലാത്ത ഞാൻ 3 ദിവസം കൊണ്ട് പഠിച്ചു. ഇവള് മനസ്സ് വെച്ചെങ്കിൽ എപ്പോഴേ എന്ത് പഠിക്കായിരുന്നു? അതാ ഞാൻ പറഞ്ഞത്, പ്രാപിച്ചതുകൊണ്ട് പഠിച്ചതും ഇല്ലെന്നൊന്നും നിങ്ങൾ പറയണ്ട, എനിക്കറിയാം. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് ഇതെല്ലാം കാണുമ്പോൾ അറിയാം, ഈ പറയുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചതാണോ അതോ പഠിച്ചതാണോ എന്ന് നമുക്ക് കേട്ടോണ്ടിരിക്കുമ്പം അത് നന്നായിട്ടറിയാം. ആള് കളിക്കാൻ വേണ്ടി പറയുന്നതും പരിശുദ്ധാത്മാവ് പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് വചനപരിജ്ഞാനം ഉള്ളവൻ അറിയാം. പോട്ടെ, അതുകൊണ്ട് ആ വിഷയത്തിലോട്ടൊന്നും കയറുന്നില്ല. അപ്പോൾ നമ്മളെ കൃപയാൽ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിന്ത രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, ആരാധനയ്ക്ക് പോകുന്നു, സ്വോത്രകാഴ്ച ഇടുന്നു, എല്ലാം ക്ലിയറാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താ നെക്സ്റ്റ്? കർത്താവ് വരുന്നു, നമ്മൾ. അപ്പം ചില നാൾ പാസ്റ്റർമാർ പറഞ്ഞ പോലെ, അതാ ഒരു വലിയ മാഗ്നറ്റ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് കാണിക്കുമ്പോൾ മേശപ്പുറത്ത് കിടക്കുന്ന ഇരുമ്പും തുരുമ്പും ചാടി പിടിക്കുന്നത് പോലെ നമ്മൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുക. ചുമ്മാതാ, നിങ്ങളാരും മിണ്ടുന്നില്ല, ചുമ്മാതാ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചേച്ച് അടുത്ത ചിന്തയിലോട്ട് വരാം. ഒരു ഭാര്യയും ഭർത്താവും അമേരിക്കയ്ക്ക് വരാൻ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയാം, അമേരിക്കയ്ക്ക് വരാൻ ചെന്നൈയിൽ മദ്രാസിൽ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂ ഒക്കെ പരിശോധിച്ചു, ഡോക്യുമെന്റ് ഒക്കെ പരിശോധിച്ചു. അവർ ചുമ്മാ ഒന്നും വിസ അടിക്കത്തില്ല, എല്ലാ A to Z കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും വിസ അടിച്ചു കൊടുത്തു. പാസ്പോർട്ടും മറ്റു കാര്യങ്ങൾ എമിഗ്രേഷൻ അയച്ചു. എമിഗ്രേഷൻ എല്ലാം ക്ലിയർ ആണ്, ഇവർ വേറെ കുഴപ്പക്കാരൊന്നും അല്ല, എല്ലാം വന്നു, ടിക്കറ്റ് എടുത്തു, പിന്നെ ബോർഡിംഗ് പാസ് കിട്ടി, എല്ലാം കിട്ടി, ഫ്ലൈറ്റിലും കയറി. സന്തോഷത്തോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആകാശത്തൂടെ കറങ്ങി ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് എമിഗ്രേഷൻ്റെ അവിടെ വന്നപ്പോൾ ഭാര്യയ്ക്ക് എമിഗ്രേഷൻ അടിച്ചു കൊടുത്ത് പിന്നെ അകത്തോട്ട് വേറ്റി. ഭർത്താവിൻ്റെ അയാൾ പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. മാറി നിന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഈ ഭർത്താവ് അയച്ച ബാഗേജ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാറി നിൽക്കാൻ പറഞ്ഞു. ആ ബാഗേജ് പരിശോധിച്ചപ്പോൾ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത ചില വിത്തുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ഇല്ലേ? വിത്തുകളില്ലേ? പല വിത്തുകളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അപ്പം ഈ പുള്ളിയുടെ ബാഗ് നിറയെ എന്തുണ്ട്? കുറേ വിത്തുകളുണ്ട്. അവസാനം എമിഗ്രേഷനിലിരുന്ന് ഒരു നോക്കിയിട്ട് അവർക്കിത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ പറഞ്ഞു തൽക്കാലം തിരിച്ചങ്ങ് പറ, നിങ്ങൾ ഇരിപ്പ് കണ്ടാത്തൊന്നും അങ്ങനെ വിടത്തില്ലെന്ന്. അങ്ങനെ വിട്ടവരുണ്ടെന്ന്. ഡാളസിൽ ഒരു പാസ്റ്ററും ഭാര്യയും വന്നിട്ട്, ആ പാസ്റ്ററുടെ കാര്യം അല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ, വിത്ത് കൊണ്ടുവന്നെന്ന് ഒന്നും പറയാൻ പറ്റാത്ത കാലം. ഞാൻ പറഞ്ഞത് അങ്ങനെ വന്ന് വിട്ട ചരിത്രമുണ്ട്. ഭാര്യ അകത്ത് കയറ്റി ഭർത്താവിനോട് തിരിച്ചു പോകാൻ പറഞ്ഞ ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. അങ്ങനെ ഈ ഭർത്താവിനെ തിരിച്ചൊക്കെ വിട്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ആ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് വെച്ചോ, നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാവോ ഇല്ലയോ? അതാ ഞാൻ ചോദിച്ചത്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വിസ കൊടുത്തത് ഏത് ഗവൺമെൻറ്റാ? വിസ കൊടുത്തത് ഏത് ഗവൺമെൻറ്റാ? 10 വർഷത്തേക്ക് ഇങ്ങോട്ട് വരാൻ വിസ കൊടുത്തത് ഏത് ഗവൺമെൻറ്റാ? ആണോ? തിരിച്ചു വിട്ടത് ഏത് ഗവൺമെൻറ്റാ? എന്നാ വട്ടാണോ? ഇങ്ങോട്ട് വരാൻ വേണ്ടി 10 വർഷത്തേക്ക് വിസ കൊടുത്തത് ഈ ഗവൺമെന്റ് അല്ലേ? ഇവരോട് ഇവിടെ ഇറങ്ങണ്ട പൊക്കോളാൻ പറഞ്ഞതും ഏത് ഗവൺമെന്റ്? ഈ ഗവൺമെന്റ്. അപ്പം വിസ കൊടുത്തു, ഓക്കെയാണ്. മറ്റു വിധമാകുന്ന സെക്യൂരിറ്റി ചെക്കിങ്ങിലൂടെ എല്ലാം കയറി, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ രാജ്യത്ത് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഒരു നിയമമുണ്ട്. ഈ നിയമത്തേക്ക് അവൻ കീഴ്പ്പെടണം. വേണോ? വേണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്
നിത്യതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, നാം പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവരാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് യാത്ര ചെയ്യുന്നവൻ മാത്രമേ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തത്തുള്ളൂ. ഇതൊരാവേശത്തിന് പറഞ്ഞതല്ല, വളരെ അടുക്കടുക്കായി വാക്യവചന തെളിവുകളിലൂടെ ഇന്നും നാളെയുമായി നമ്മൾ സഞ്ചരിക്കും. അപ്പൊ അത് രണ്ടാമത്തെ പാർട്ടാണ്. അതുകൊണ്ട് ആദ്യത്തെ പാർട്ടിലേക്ക് ഞാൻ കയറുക. നാം ഈ വിശ്വാസത്താൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ വിശ്വാസത്താൽ പ്രവേശിക്കുക? അതിനെക്കുറിച്ച് നമ്മളൊരല്പം പശ്ചാത്തലം ചിന്തിക്കാൻ പോവുകയാണ്. ഞാൻ 2002 വേദപുസ്തകം എടുത്ത് പരിശോധിക്കുവാനും പഠിക്കുവാനും ആരംഭിച്ചതും തുടർന്ന് വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ താല്പര്യമില്ലാത്ത ഒരു കൂട്ടമാണ് ഈ കൈയടിച്ച് കൊട്ടിപ്പാടി അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഈ പെന്തക്കോസ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ നാണക്കേടാണ്. ഈ സത്യം അറിയുന്നത് വരെ നമുക്ക് എന്തായിരുന്നു? നാണക്കേടായിരുന്നു. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞല്ലോ, കവലകളിൽ നിന്നുകൊണ്ട് ഈ കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ. ഇന്ന് ഒരു പെന്തക്കോസ്തുകാരനാണ് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെല്ലാം നല്ലവരാന്നുള്ള വാദമൊന്നും എനിക്ക് ഇല്ല. അത് രണ്ടും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ചിലർ അങ്ങനെ പറയുന്നത്. തിരിച്ചറിയണം. ഒരു പെന്തക്കോസ്ത് അനുഭവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നല്ലതും തീയതും എല്ലായിടത്തും ഉണ്ട്. ഇവിടുത്തെ കത്തോലിക്കരും മർത്തോമാക്കാരും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും CSIക്കാരെല്ലാം മോശക്കാരും പെന്തക്കോസുകാരും എല്ലാം മിടുക്കന്മാരായതുകൊണ്ടല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നാണോ? ആണോ? അല്ല. നല്ല മനുഷ്യരിൻ്റെ അകത്തല്ല ഇല്ലേ? നമ്മൾ കണ്ടു പഠിക്കേണ്ട മേന്മകളുള്ളവർ അതിൻ്റെ അകത്തില്ലേ എന്ന് പറ, സത്യസന്ധമായി പറ. ഉണ്ട്. സാമുദായിക പള്ളിക്കകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ പുരോഹിതൻ അച്ഛൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മൈക്കെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ച് അവരുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും, മാല പോലെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അതിന് ആശീർവാദം ആമേൻ എന്ന് പറയാതെ ഒരെണ്ണം ആ ചർച്ചയിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. നാട്ടിലെ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് പറയും, കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അവിടെ കാറ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല കാര്യം പറഞ്ഞതാ, കണ്ടു പഠിക്കേണ്ട നല്ല കാര്യങ്ങൾ. ഒരാൾ ഒരു സഹായത്തിന് ചെന്നാൽ അവർ സമീപിക്കുന്ന സമീപനം, ഞാൻ 2002 രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് പിന്നീട് പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും യൂണിഫോമും പുസ്തകവും വാങ്ങാൻ ഭാരപ്പെട്ടൊരു കാലയളവുണ്ട്. ആ കാലങ്ങളിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ആളുകൾ പറഞ്ഞു, ബ്രദറെ, വിശ്വാസ ജീവിതം പോർക്കളമാണ്, പോരാട്ടമാണ്, പിടിച്ചു നിൽക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഗ്ലോറി എന്ന് പറഞ്ഞിട്ട് അവർ പോയി. ചില മർത്തോമാക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദര, കൊച്ചുങ്ങൾക്ക് പുസ്തകവും യൂണിഫോം മേടിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, എന്നാൽ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, നല്ലത് ചെയ്യുന്നതിലും നല്ല ആളുകളുണ്ട് അല്ലേ? അപ്പൊ അവരാരും മോശക്കാരായതുകൊണ്ടും നമ്മൾ മിടുക്കന്മാരായതുകൊണ്ടും ഇങ്ങോട്ട് വന്നതല്ല. നല്ലതും തീയതും എല്ലാം ഇടത്തുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ അനുഭവത്തിലേക്ക് വന്നത് എന്നുള്ള വിഷയത്തിലോട്ട് കയറുക. അപ്പൊ ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഈ പെന്തക്കോസ്തുകാര് കുറച്ച് മിടുക്കന്മാരാണ്, ഇവർക്ക് വേണ്ടി സംസാരിക്കണം. കത്തോലിക്കരും യാക്കോബയും മർത്തോമയൊക്കെ മോശക്കാരായതുകൊണ്ട് അവരെ ഒന്ന് പുച്ഛിക്കണം എന്നുള്ള ചിന്തയൊന്നും എന്നെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു പാരമ്പര്യ പെന്തക്കോസിന്റെ അകത്ത് ജനിച്ചു വളർന്ന ആളല്ലല്ലോ. അപ്പം മറ്റൊരു മതവിഭാഗത്തിൽ ഇങ്ങോട്ട് വന്ന എൻ്റെ മുമ്പിൽ കത്തോലിക്ക ആയാലെന്താ, മർത്തോമ ആയാലെന്താ, യാക്കോബ ആയാലെന്താ, CSI ആയാലെന്താ, ബ്രദറിനായാലെന്താ, പെന്തക്കോസ് ആയാലെന്താ, എനിക്ക് ആരെ അറിഞ്ഞാൽ മതി? എനിക്ക് ദൈവത്തെ അറിഞ്ഞാൽ മതി, പോരെ? അല്ലാതെ ഇപ്പൊ ഇത് പോരാ ഇത് മതി എന്ന് പറയേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. ഞാൻ വേറൊരു പശ്ചാത്തലത്തിൽ വളർന്ന ആളാ. അപ്പൊ എൻ്റെ മുമ്പിൽ ശരി ഏതാണെന്ന് അറിഞ്ഞാൽ മതി. ആ ശരി അറിയാനുള്ള എൻ്റെ ശ്രമം ഒരാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി. എൻ്റെ അടുത്തിരിക്കുന്ന രോഗികൾ സൗഖ്യമാകുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്, ഡിവൈനിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആളുകൾ എവിടെങ്കിലും ഒരു മുഴ മാറിയാൽ അതിൻ്റെ പുറകെ ഓടുക. മുഴയൊക്കെ എല്ലായിടത്തും മാറുന്നുണ്ട്. അവിടെ ആലപ്പുഴയിലെ കൃപാസനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടുത്തെ ആ കൃപാസനം എന്ന് പറഞ്ഞ പത്രം മിക്സിയിലിട്ട് ചമ്മന്തി അരച്ച് കൊടുത്തേച്ച് ഒരാളുടെ വയറുവേദന മാറിയെന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മളൊന്ന് അത് അവരുടെ അനുഭവം അവർ പറയുക, ചമ്മന്തി അരച്ച് കഴിച്ചാൽ മാറിയെന്ന്. നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ന്യൂസ് പേപ്പർ അരച്ച് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞത്, അനുഭവം എല്ലാവർക്കും ഓരോ തരത്തിൽ പറയാനുണ്ട്. എന്നാൽ അവിടെ പല അത്ഭുതവും സൗഖ്യവും ഒക്കെ ഞാനും കണ്ടു. എന്നാൽ അവിടെ പഠിപ്പിക്കുന്ന ദൈവവചനം കയ്യിലിരിക്കുന്ന പുസ്തകവുമായി തട്ടിച്ചു നോക്കിയപ്പോൾ പുസ്തകവുമായിട്ട് ചേരാത്തത് കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിലായി വിട്ടു.
നേരെ ആമേൻ പല ആഴ്ചകളിൽ CSIയിൽ പോയി, യാക്കോബയിൽ പോയി, ഓർത്തഡോക്സ്. ഞാൻ പോയ ആളാ. CSIയിൽ കറങ്ങിത്തി ചെന്നപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ, കൊള്ളാം, കുഴപ്പമില്ല, ഒരുവിധം തരക്കേടില്ല. പക്ഷെ പിന്നെയും പഠിച്ചു വരുമ്പോൾ ചില കാര്യങ്ങൾ പുസ്തകവുമായിട്ട് അങ്ങോട്ട് യോജിക്കുന്നില്ല. അങ്ങനെ മാറി മാറി കറങ്ങി തിരിഞ്ഞു വന്ന് നിന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കൂട്ടത്തിലാണ് പെന്തക്കോസ്. അപ്പൊ പെന്തക്കോസിൽ വന്ന് നിന്നപ്പോൾ അവിടെ എന്താ ഇഷ്ടപ്പെട്ടത്? ആളുകളെക്കാൾ അധികം പുസ്തകത്തിൽ എഴുതിയത് അങ്ങനെ തന്നെയാണോ പഠിപ്പിക്കുന്നതെന്ന് പരിശോധിച്ചപ്പോൾ വേദപുസ്തക പ്രകാരമുള്ളൊരു പഠനമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ അനുഭവത്തിൽ നിലനിൽക്കാൻ ഇടയായത്. മറ്റുള്ളവർ മോശക്കാരായതുകൊണ്ടല്ല. അപ്പൊ എന്താ ഇവിടെ പഠിച്ചു മനസ്സിലാക്കിയത്? ഇനി അതിലോട്ടാ കയറാൻ പോകുന്നത്. വിശ്വാസത്താലുള്ള പ്രവേശനം. ആമേൻ. ഞാൻ വായിച്ചു വേദപുസ്തകത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പറയുന്നത്, ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെ വേദപുസ്തകത്തിൽ കണ്ടു. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു രംഗം കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറവജാതി ഭൂമിയിൽ പറക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ ചാടി എഴുന്നേക്കട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അനക്കമില്ലാതെ കിടക്കുന്ന അവൻ്റെ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു എന്ന് വായിച്ചു. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇത്ര മനോഹരമായി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ ഉപദേശിമാരാരുമല്ല, പിന്നെ ആരാ പറഞ്ഞ്? മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല, അത് കുഴപ്പമാണെന്ന് പറഞ്ഞത് സൃഷ്ടാവാണ്. മനസ്സിലായോ? ഞങ്ങളാരും പകുതിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന പരിപാടിയല്ല. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിച്ച പ്രശ്നമാണ്. അതുകൊണ്ട് തക്ക തുണ അവന് വേണം. അങ്ങനെ തക്ക തുണ ഉണ്ടാക്കി കൊടുത്തു. ഉലകത്തിൽ ആദ്യത്തെ കല്യാണം. ചെറുക്കൻ്റെ പേര് ആദാം, പെണ്ണിന്റെ പേര് ഔവ. പിന്നെ കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏതാന്ന് ചോദിച്ചാൽ ഏദൻ. നടത്തിയ ഉപദേശി ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യഹോവയായ ദൈവം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം എങ്ങനായിരുന്നെന്നും കൂടി ഒന്ന് പറ ഉപദേശി എന്ന് പറഞ്ഞാൽ, ആദാം അവിടെ നിന്നൊരു കാട്ടുമരത്തിന്റെ വള്ളി ഡിങ്കനെ പോലെ പറന്നുപോയി പൊട്ടിച്ച് ഔവായുടെ കഴുത്തിലോട്ടിട്ടൊരു മുറുക്ക്. ഇത് കണ്ട ദൈവം അപ്പുറത്തോട്ട് മാറി എന്ന് 5-6 കൂവലൊന്നും കൂവിയെന്ന് വേദപുസ്തകത്തിൽ ഇല്ല. അങ്ങനെ വല്ലതും മുറുക്കിയോ? പറ, ബൈബിളുള്ളവരല്ലേ എല്ലാവരും. അങ്ങനെ വല്ലതും മുറുക്കിയോ? അങ്ങനൊന്നും മുറുക്കിയില്ല. അതാ പെന്തക്കോസുകാർ മുറുക്കാത്ത. വേറെ പ്രശ്നമൊന്നും കൊണ്ടല്ല. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എന്നാടി കെട്ടുതാലി പോലും ഇല്ല ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനൊന്നും മുറുക്കിയില്ല. അതുകൊണ്ട് നമ്മൾ മുറുക്കാത്ത, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന്. പിന്നെ മുറുക്കിയിട്ടല്ല യോജിപ്പിച്ചത്. പിന്നെ എങ്ങനെയാ യോജിപ്പിച്ചത്? സൃഷ്ടാവ് സാക്ഷിയായി ഒരു ഉടമ്പടി, അല്ലേ? ഇവിടുത്തെ അധികാരത്തിൽ ഏൽക്കുന്ന ആളുകളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് കയറുന്നത് ആ ഉടമ്പടിക്ക് വിലയുള്ളത് കൊണ്ടാണ്. അപ്പൊ സർവശക്തനായ സൃഷ്ടാവിന്റെ മുമ്പിൽ വെച്ചൊരു ഉടമ്പടി. ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എൻ്റെ മാംസത്തിൽ നിന്ന്. അത് വായിച്ചു വിടുമ്പോൾ സിമ്പിളാ. അസ്ഥി മാംസം, അത്രേ ഉള്ളൂ, വലിയ കാര്യമില്ല. അതിൻ്റെ അകത്തൊരു വലിയ മർമ്മമുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഒരു ജീവിതമില്ലെന്നുള്ള സത്യം ഉണ്ടോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥിയുണ്ട്, മാംസമേ ഇല്ല. പിള്ളേർ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയിടത്തല്ലേ ഉള്ളൂ പഠിക്കാൻ, അങ്ങനല്ലേ? മാംസമുണ്ട്, അസ്ഥിയില്ല. ഇരിക്കട്ടെ, എങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവോ? ഇല്ല, മൈദാമാവ് കുഴച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ചേർന്നത് കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതേസമയം എൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേർപെടുന്ന ഒരു ദിവസം ഇല്ലേ? ഉണ്ടോ? എന്നാത് എന്നെ പെട്ടിക്കകത്തോട്ട് കയറ്റി കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു പോയി ദിവസം കഴിയുമ്പോൾ എൻ്റെ മാംസവും അസ്ഥിയും വേർപെട്ട് മണി ചേർത്തില്ലേ? അതുപോലെ മരണമെന്ന പ്രോസസ്സിലൂടെ അല്ലാതെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് ദൈവം സാക്ഷിയായിച്ചത് ഉടമ്പടി, വിവാഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാ പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഉപദേശിമാർ അടിച്ച് കളയടി അവനല്ലെങ്കിൽ വേറൊരുത്ത്. ഇതൊക്കെ പറയുന്ന വട്ടന്മാരാണ്. അങ്ങനൊന്നും പറയാൻ പാടില്ല. ദൈവവചനത്തിന്റെ പ്രമാണം അനുസരിച്ച് വിവാഹം കഴിച്ചാൽ അവൻ ദൈവം അനുവദിച്ചു തരുന്ന സകല പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ഏറ്റവും വലിയ പ്രാധാന്യം ദൈവം കൊടുക്കുന്ന ഒന്നാണ് കുടുംബജീവിതം. അത് കുഞ്ഞു കളിക്കാനുള്ളതല്ല. മനസ്സിലായി? ഈ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കയറുന്നില്ല. ഇന്ന് സഭകളിൽ ഏറ്റവും ശക്തമായി പഠിപ്പിക്കേണ്ട ഒന്നാണത്. കുടുംബജീവിതത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. മനസ്സിലായോ? നമ്മൾ ഈ എഫേസ്യ ലേഖനത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ കല്യാണത്തിന് പറയാൻ വേണ്ടി വെച്ചിരിക്കുക. ഇത് കല്യാണത്തിന് പറയാൻ വേണ്ടി എഴുതിയതല്ല, സഭാ ലേഖനമാണത്. സഭയ്ക്കകത്ത് പഠിപ്പിക്കണം. സഭയിലെ കുടുംബങ്ങൾ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകും, അല്ലേ? മക്കളെ അമ്മയപ്പന്മാരെ അനുസരിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ പറയാനുള്ളതാ? പറ. സഭയെ പറയേണ്ടതാ.
അല്ലേ? പെറ്റതള്ളക്ക് കഞ്ഞി കൊടുക്കാതെ പാ കാണുന്ന ഉടനെ തുത്തുന്ന് അടിച്ചു കയറുന്നവരെ കണ്ടിട്ടില്ലേ നമ്മളെ? ഒന്നും പാടില്ല. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ പുള്ളി മാറല്ലേന്ന്. എങ്ങോട്ടും പോകുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലർക്ക് പേടി, അയ്യോ പുള്ളി വിഷയത്തിൽ നിന്ന് മാറും. കാരണം എല്ലാവരും ധരിച്ചിരിക്കുന്നത് നമ്മൾ എന്തോ ആർക്കാർക്ക് കുറ്റം പറയുന്നു, അങ്ങനൊന്നും അല്ല. ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുടുംബജീവിതത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എന്നുദ്ദേശിച്ച് അത്രയും പറഞ്ഞുള്ളൂ. തിരിച്ചു വരാം. അപ്പൊ കുടുംബം സ്ഥാപിച്ചു, സന്തോഷത്തോടെ മുന്നോട്ട് പോയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദമിനെ ഹവ്വയും ഏദൻ എന്ന് പറയുന്ന തോട്ടത്തിലാക്കി. വളരെ ശ്രദ്ധിക്കണം മർമ്മം. ഈ തോട്ടത്തെക്കുറിച്ച് നാളെ നമ്മൾ ചിന്തിക്കുന്നു. പുതിയ നിയമത്തിൽ നിന്ന് ചിന്തിക്കാനുണ്ട് നാളെ. തൽക്കാലം ഇതവിടെ നിൽക്കട്ടെ. തോട്ടത്തിലാക്കിയപ്പോൾ ഈ ആദമിന് 2 ഉത്തരവാദിത്വം തമ്പുരാൻ കൊടുത്തു. പറ. 1, തോട്ടത്തിൽ വേല ചെയ്യണം. 2, തോട്ടം കാക്കണം. മനസ്സിലാകുന്നോ? ദൈവദാസന്മാർ ഇതൊക്കെ മനസ്സിലാക്കണം. ദൈവദാസന്മാർ മനസ്സിലാക്കണം. തോട്ടം, ഈ തോട്ടം എന്താണ്? ഉത്തമഗീതം 4:12. എന്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടം. എന്താ കാന്ത? കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്ത തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. കാന്ത സമം സഭ. സഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം. തോട്ടത്തിന്റെ അകത്ത് പാമ്പ് കയറാതിരിക്കണമെങ്കിൽ കാവൽക്കാരൻ സ്ട്രോങ് ആയിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ദൈവസഭയുടെ കാവൽക്കാരനാണ് ഇടയൻ. ഇടയന് 2 ഡ്യൂട്ടിയുണ്ട്. 1, തോട്ടത്തിൽ പറ വേല ചെയ്യണം. ആമേൻ അല്ലേ? ശുശ്രൂഷകന്മാർ എന്ത് ചെയ്യണം? പറ വേല ചെയ്യണം. സ്വോത്രകാഴ്ചയോടെ തൂക്കം നോക്കിയിരുന്നാൽ പോരാ, വേല ചെയ്യണം. വേല ചെയ്യണം, ഉത്തരവാദിത്വം. 2, തോട്ടം കാവൽക്കാരനായിരിക്കണം ഇടയൻ. എന്തുകൊണ്ടാ? അവിടെ എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എടുത്ത് ചോദിക്കുന്നത്. പാമ്പ് കൗശലക്കാരൻ. ചോദ്യം, പാമ്പ് ഏത് ജന്തു? ആരാ പറഞ്ഞ? കാട്ടുജന്തു. പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും കാട്ടിലാണോ തോട്ടത്തിലാണോ? പറ. തോട്ടത്തിൽ. ഇപ്പൊ കാട്ടുജന്തു എവിടെ കയറി? തോട്ടത്തിൽ കയറി. കാട്ടുജന്തു തോട്ടത്തിൽ കയറി അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞപ്പോൾ കാവൽക്കാരൻ എവിടെ പോയി? പിടികിട്ടിയോ? നിങ്ങൾക്ക് പിടികിട്ടിയോ? ആമേ. പാമ്പ് തോട്ടത്തിൽ കയറി മണവാട്ടിയെ വഞ്ചിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവിടെ ഒരു കാവൽക്കാരനില്ലേ? ആ കാവൽക്കാരൻ ഇല്ലാത്തത് കൊണ്ടല്ലേ മണവാട്ടി വഞ്ചിക്കപ്പെട്ടത്. അതുകൊണ്ടല്ലേ പൗലോസ് ഈ ചിന്ത എടുത്ത് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതി വെച്ചത്. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്ര നിർമ്മലത വിട്ട് നിങ്ങൾ പുതിയ നിയമസഭ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഇവിടുത്തെ കാവൽക്കാർ സ്ട്രോങ് അല്ല. സ്തോത്രം. മർമ്മം മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ആ പൗലോസ് ലീഗ പറഞ്ഞൊരു വാക്ക് എനിക്ക് രോമാഞ്ചം വരുന്നൊരു വാക്കുണ്ടെന്ന് അറിയാമോ? പൗലോസ് ലീഗ അപ്പോസ്തല പ്രവൃത്തി 20:28 പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അതിലെനിക്ക് രോമാഞ്ചം വരാനുള്ള എന്തോ ചെന്നായി വരുമെന്ന് പറഞ്ഞാണോ? അല്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഞാൻ പോയ ആ വാക്കാ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണം ഇതിൻ്റെ അകത്ത് കേറത്തില്ലെന്ന് പറയുന്ന തൻ്റെ ഇടത്തിന്റെ വാക്കാതെ. ഈ വാക്കാ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് മാറിയതിന് ശേഷം നിങ്ങൾ ആരെ വിളിച്ച് ഉള്ളിക്കോ കളിക്കോ ചെയ്തോ, പക്ഷെ ഞാൻ ഇവിടെ ചാർജ് ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ലെന്ന് ഓരോ സഭയുടെ ശുശ്രൂഷകന്മാർ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് വിശ്വാസ സമൂഹം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ദൈവസഭയ്ക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ കാവൽക്കാരൻ സ്ട്രോങ് അല്ലാണ്ടായിപ്പോയി. ഓടി വരാം. പാമ്പ് അകത്ത് കയറി അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞു. ആമേൻ. ദൈവം അരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലം കഴിപ്പിക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. ഇന്നും പിശാചിന്റെ തന്ത്രം അത് തന്നെയാണ്. വചനത്തിൽ അരുതെന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക, അത് തന്നെയാണ് അന്നും ഇന്നും അവന്റെ തന്ത്രം. അപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചോദിക്കും, സഹോദരി ഇത് വചനത്തിലുണ്ടോ? അതിപ്പോ എല്ലാം ഇപ്പൊ വചനത്തിലുണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ? അതെ, ദൈവം അരുതെന്ന് പറഞ്ഞത് ചെയ്യിക്കുക എന്നുള്ളതാണ് അവന്റെ തന്ത്രം. വേദപുസ്തകം പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ നമുക്കെല്ലാം അറിയാം. അറിയാഞ്ഞിട്ടൊന്നും അല്ല ഇതിനകത്തുകൊണ്ട് തല വെക്കുന്നത്. നമുക്കെല്ലാം അറിയാം. അറിഞ്ഞിട്ടും പോയി വെച്ചു കൊടുക്കുന്നവരാ. അതുകൊണ്ട് മനസ്സിലാക്കുക. ആമേൻ. ഈ അരുത് എന്ന് പറഞ്ഞത് ചെയ്യിക്കുന്നു. മനുഷ്യന്റെ അകത്ത് വേദപുസ്തകത്തിന്റെ ചിന്തയിൽ പറഞ്ഞാൽ മനുഷ്യനിൽ എന്ത് പ്രവേശിച്ചു? വേഗം പറ. പാപം പ്രവേശിച്ചു. ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യുന്നതും പാപം, ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാത്തതും പാപം. അനുസരണക്കേട് നിമിത്തം പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. ഞാൻ പഠിച്ച ചിന്ത നിങ്ങളോട് പറയുക. വിശ്വാസത്താലുള്ള പ്രവേശനമാണ് വിഷയം. പ്രവേശിച്ചതിന് ശേഷം എന്തെന്നുള്ളത് നാളെ. അപ്പോൾ പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടു എന്നാണ് പറയുന്നത്.
ഇന്നാള് ഒരു നിരീശ്വരവാദി പറഞ്ഞു ദൈവം അസൂയക്കാരനാണെന്ന്. എന്താ? ദൈവം അസൂയക്കാരനാണ്. ദൈവം പറഞ്ഞു ഇവര് ഇവര് നമ്മളെ പോലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മളെ പോലെ ആരായി? ഈ മനുഷ്യര് ആയി. ഇനി ഇവർ ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ എടുത്ത് തിന്നിട്ട് എന്നേക്കും ജീവിക്കാൻ സംഗതി വരാതിരിക്കേണ്ടതിന് പുറത്താക്കാനാണ് ദൈവം പറഞ്ഞേ. അപ്പോ ദൈവം എന്തൊരു അസൂയക്കാരനെന്ന് നോക്കുക. അവർ അത് കഴിച്ചിട്ട് മരിക്കാതെ എന്നേക്കും ജീവിച്ചിരിക്കും. അപ്പൊ മനുഷ്യൻ മരിക്കണമെന്നാ ദൈവത്തിന്റെ ആഗ്രഹം പോലും. അതുകൊണ്ട് ഇവർ മരിക്കാതിരിക്കാൻ, അത് തിന്നാതിരിക്കാൻ വേണ്ടി ദൈവം പുറത്താക്കി. ഓ, എന്നെ അസൂയ പിടിച്ച ദൈവമാണെന്ന് വചനം അറിയാത്ത ഒരുത്തൻ പറഞ്ഞു. എന്താ അവിടുത്തെ ചിന്ത? ഇവരുടെ അകത്ത് എന്ത് കയറി? പാപം കയറി. ഇനി ഇവർ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ഇവർ എന്നേക്കും മരിക്കാതിരിക്കുന്ന ആരായിട്ടായിരിക്കും? പാപിയായിട്ടായിരിക്കും. പാപമോചനം പ്രാപിച്ചിട്ട് നിത്യതയെ ചെല്ലുമ്പോൾ വെളിപ്പാടിൽ എഴുതി വെച്ചിരിക്കുന്നു, ജയിക്കുന്നവർക്ക് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കും. കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടോ അസൂയ ഉള്ളത് കൊണ്ടോ അല്ല പുറത്താക്കിയത്. മനുഷ്യൻ എന്നേക്കും പാപിയായിരിക്കാനുള്ളതല്ല, പാപമോചനം പ്രാപിച്ചേച്ച് അവനിത് കൊടുക്കണം. മനസ്സിലായോ? ആമേൻ. അപ്പോ അവനെ പുറത്താക്കുന്നു. തുടർന്ന് അവൻ വേദപുസ്തകം പ്രഖ്യാപിച്ചു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും എന്തായി? പാപികളായി. അപ്പൊ ഇന്നാളൊരുത്തൻ ചോദിച്ചു, ആദാമും ഹവ്വയും പാപം ചെയ്ത് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന്. എന്തോ മണ്ടത്തരമാണോ നിങ്ങളുടെ വേദപുസ്തകം പറയുന്ന? നാൾ ഒരുത്തൻ ചോദിച്ചു. ശരിയാ, ലോജിക്ക് ചിന്തിച്ചാൽ അങ്ങനെയൊക്കെയാ. നമുക്ക് മനസ്സിലാകാത്ത പല ലോജിക്കും ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ലോജിക്ക് ചിന്തിച്ചാൽ നമ്മൾ, അതുകൊണ്ടാ വേദപുസ്തകം പറയുന്നത് യഹോവ നല്ലവനെന്ന് പഠിച്ചറിയാനല്ല എഴുതിയേക്കുന്നത്. ദൈവത്തെ തിയോളജി പഠിച്ചല്ല അറിയേണ്ടത്, ദൈവത്തെ രുചിച്ചറിയണം, അനുഭവിച്ചറിയണം. അതുകൊണ്ട് ലോജിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ടാകും. ആദമും ഹവ്വയും പാപം ചെയ്തു, ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരെ പാപിയാന്ന് എങ്ങനെയാന്ന് ചോദിക്കുന്നവനോട് തിരിച്ചു ചോദിക്കണം, എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? ഈ കുഞ്ഞെന്ത് തെറ്റാ ചെയ്തതെന്നൊന്ന് പറ. ലോജിക്കൊന്ന് പറ. ഈ കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് തൊട്ടിലേക്ക് കിടന്ന് ഷേവ് ചെയ്തോ? ആണോ? അല്ല. പിന്നെ കുഞ്ഞൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ ആരാ തെറ്റ് ചെയ്ത? പറ. അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത തലമുറ അനുഭവിക്കുന്നു. ലോജിക്കില്ലേ? എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്നില്ലേ? ഡിഗ്രി സമ്മതിക്കുന്നില്ലേ? എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് പിന്നെ ബ്ലഡിലൂടെ, രക്തത്തിലൂടെ വന്നു. ആണല്ലോ. അപ്പോസ്തലപ്രവൃത്തി 17:26 പറയുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തനിൽ നിന്ന് സകല മനുഷ്യരെ ഉളവാക്കി. ആദാം എന്ന ഏക രക്തത്തിൽ നിന്നാണ് മനുഷ്യവർഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദാമ്യ പാപത്താൽ സകല മനുഷ്യരും പാപിയായെന്ന് വേദപുസ്തകം പറയുന്നത്. എന്താ ലോജിക്കിന് പ്രശ്നം? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പാപം മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു, ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപിയായി എന്ന് വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനം. ഒരു വിഷയവുമില്ല, മനോഹരമായിരിക്കുന്നു. അങ്ങനെ വായിച്ചു പോയി. അപ്പോഴാ കണ്ടത്, പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ ദൈവം 2 പദ്ധതികൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, ദൈവം ആ മനുഷ്യന്റെ മുമ്പിൽ ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തു മോശ മുഖാന്തരം. ന്യായപ്രമാണം എന്തിനു കൊടുത്തു? 2 ചിന്ത. ഒന്ന്, തെറ്റെന്ത് ശരി എന്ത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? നിയമം വേണ്ടേ? നിങ്ങൾ ഇവിടുന്ന് ഹൈവേ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു 55 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റോഡിൽ 55 കിലോമീറ്റർ സ്പീഡിൽ പോകാം. ആ നിയമം, ആ ബോർഡ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ 55 പോവോ? ഇല്ല, ചവിട്ടി വിട്ടു പോകും അല്ലേ? എന്നാൽ ആ നിയമം വന്നതുകൊണ്ടാണ് അറിഞ്ഞത് ഈ 56 കയറിയാൽ തെറ്റാണ്. ഈ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഒരു നിയമം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അബ്രഹാമിന്റെ കാലഘട്ടം മുതൽ മോശയുടെ കാലഘട്ടം വരെ കള്ളം പറയരുത്, കൊല ചെയ്യരുത്, വീഴിക്കരുത്, മോഷ്ടിക്കരുത്, പിടിച്ചു പറിക്കരുത് തുടങ്ങിയതായ നിയമങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന അബ്രഹാം പോലും കള്ളം പറഞ്ഞ സാഹചര്യം ഉണ്ടായില്ലേ? ഉണ്ടോ? ഇത് ഭാര്യയല്ല പെങ്ങളാ, അത് പ്രാണനെ പേടിച്ചിട്ടാ പറഞ്ഞത് അല്ലേ? ഇന്റർനാഷണൽ കള്ളമാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ ദൈവം അതിന്റെ പേര് അബ്രഹാമിനെ കീറിക്കളഞ്ഞ ഒരു വാക്യം പോലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം തന്റെ മുമ്പിൽ ഒരു പ്രമാണമില്ല. എന്നാൽ മോശ മുഖാന്തരം പ്രമാണം മനുഷ്യന്റെ മുമ്പിൽ കൊടുത്തു. എന്തിനാ? തെറ്റും ശരിയും തിരിച്ചറിയേണ്ടതിന് പ്രമാണം കൊടുത്തു. ഒന്ന്. ഇനി ന്യായപ്രമാണം കൊടുത്തതിന്റെ 2ാമത്തെ ചിന്ത എന്താ? അത് ഗൗരവമുള്ള ചിന്തയാണ്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറ. ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് ഒരു ക്രിസ്ത്യാനിയായ എന്ന് വെച്ചാൽ, മോൻ ഇപ്പൊ ഇന്നലെ അല്ലേ ഇങ്ങോട്ട് വന്ന, ഞങ്ങളൊക്കെ ജനിച്ചതേ എന്ന് പറയുന്ന ആളുകൾ നാട്ടിലുണ്ട്. ചുമ്മാതാ. വേദപുസ്തക പ്രകാരം 3 കൂട്ടം ആളുകളെ ലോകത്തിലുള്ളൂ. ഒന്ന്, യഹൂദൻ. 2, യഹൂദനല്ലാത്ത സകലരെയും ബൈബിൾ വിളിച്ചെന്താ? ജാതി. അതിന് മുളമൂട്ടിലായാലും കല്ലുമൂട്ടിലായാലും മതിലെ കുരുത്തായാലും എന്തായാലും എന്താ? ജാതി. 3ാമത്തെ ഒരു കൂട്ടമുണ്ട്. ഈ യഹൂദന്റെയും ഈ ജാതികളുടെയും ഇടയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ.
അല്ലേ? ഇത്രേ ഉള്ളൂ. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ ഇന്നിപ്പോ ഈ ഹാളിന്റെ അകത്ത് 3 കൂട്ടം. യഹൂദനുണ്ടോ? എന്റെ പപ്പ യഹൂദനാന്നുള്ള ഒരു കഴിവൊക്കെ ഉണ്ടോ? ഇല്ല. വല്യപ്പച്ചൻ യഹൂദൻ ഇല്ല. മുത്തച്ഛൻ യഹൂദൻ ഇല്ല. മുതുമുത്തച്ഛൻ യഹൂദൻ ഇല്ല. ആരും കോളർ പിടിക്കണ്ട. ബാക്കി എല്ലാം എന്താ? ജാതികള്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടം. അപ്പൊ യഹൂദനില്ലെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് ഈ കസേരയ്ക്കകത്ത് 2 കൂട്ടരേ ഉള്ളൂ. ഒന്നുകിൽ ജാതി, അല്ലെങ്കിൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഇതിൽ ആരെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്ന? പറ. അത് തീർന്നല്ലോ. സിമ്പിള്. എന്തിനാ പ്രസംഗം? ഇത്രയേ ഉള്ളൂ വിഷയം. അപ്പൊ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. പോട്ടെ. അപ്പോൾ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ ന്യായപ്രമാണം കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അങ്ങനെ പാരമ്പര്യം പറഞ്ഞ ഒരു ക്രിസ്ത്യാനി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ ഈ എന്താ ഈ ന്യായപ്രമാണം? ന്യായപ്രമാണം എന്നാ 10 കൽപ്പന. അതേ കിടക്കും. അപ്പൊ പുള്ളിയുടെ ചിന്തയിൽ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? 10 കൽപ്പന. 10 കൽപ്പന മാത്രമാണോ ന്യായപ്രമാണം? അല്ല. പിന്നെന്താ? ന്യായപ്രമാണം എന്താണെന്ന് പഠിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനൊരു വാക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് ഓർക്കണം. കർത്താവ് എമ്മൂസിലേക്കുള്ള യാത്ര ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണ ചുരുളുകളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളെല്ലാം നിവർത്തി വരണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ വാക്കാ. അപ്പൊ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ പ്രകാരം ന്യായപ്രമാണത്തിൽ ആരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? മശിഹായെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 കൽപ്പന മാത്രമാണ് ന്യായപ്രമാണമെങ്കിൽ അതിൻ്റെ അകത്തല്ലല്ലോ മശിഹയെ കുറിച്ചുള്ള പ്രവചനം കിടക്കുന്നത്. അപ്പൊ മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിച്ച 600-ൽ പരം കൽപ്പനകൾ ന്യായപ്രമാണമാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ന്യായപ്രമാണം ദൈവജനത്തിന് കൊടുത്തു. ഒന്നാമത്തെ ഉദ്ദേശം തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ നിയമം വേണം. അതിന് ന്യായപ്രമാണം കൊടുത്തു. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ പുണ്യകർമ്മ പൂജ ക്രിയാദികൾ കൊണ്ടൊന്നും, ശ്രദ്ധിക്കണം പോയിന്റ്, മനുഷ്യന് അവൻ ചെയ്യുന്ന പുണ്യകർമ്മ നന്മ പുണ്യ പ്രവർത്തി ക്രിയകൾ കൊണ്ടൊന്നും അവന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് അവന് മോക്ഷം ലഭിക്കത്തില്ലെന്ന് മനുഷ്യന് സ്വയം ബോധ്യപ്പെടണം. ഒന്നുകൂടെ പറയാം. ന്യായപ്രമാണം കൊടുത്തതിന്റെ ഏറ്റവും ഗൗരവമേറിയ വിഷയം പറയുകയാണ്. മനുഷ്യന്റെ അകത്ത് കയറിയ ആദാമ്യ പാപത്തിൽ നിന്ന് മനുഷ്യൻ ചെയ്യുന്ന യാഗങ്ങൾ കൊണ്ട്, പൂജകൾ കൊണ്ട്, വഴിപാടുകൾ കൊണ്ട്, നേർച്ച കാഴ്ചാദികൾ, പുണ്യകർമ്മ ക്രിയാദികൾ കൊണ്ടൊന്നും മനുഷ്യന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് അവന് മോക്ഷം ലഭിക്കത്തില്ലെന്ന് ആർക്ക് ബോധ്യപ്പെടണം? മനുഷ്യന് ബോധ്യപ്പെടണം. എന്തിന്? എങ്കിൽ മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷ മനുഷ്യൻ അംഗീകരിക്കത്തുള്ളൂ. കാരണം മനുഷ്യന്റെ പൊതു സ്വഭാവമാണത്. എന്ത്? ആവുന്ന പണി 58 നോക്കിയിട്ട് ഒക്കത്തില്ലെങ്കിൽ അവൻ ആരെ മുഖത്ത് നോക്കൂ? ദൈവം. അത് മനുഷ്യന്റെ പൊതു സ്വഭാവം സൃഷ്ടിച്ചവൻ അറിയാം. നിങ്ങളുടെ നാട്ടിലെ ഒരു അനുഭവം പറയാം. നാട്ടിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു അച്ചായനോട് ചെന്ന് പറയാം, അച്ഛാ എന്നെ ബുദ്ധിമുട്ടായിപ്പോയി. അറിഞ്ഞില്ലയോ? അറിഞ്ഞപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. ഓക്കെ. പിന്നെ ഇപ്പൊ എന്നാ പരിപാടി? ഇങ്ങനെ ഇരിക്കുന്നു, ചികിത്സയ്ക്കുള്ള വഴികളൊക്കെ നോക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ നമ്മുടെ അപ്പുറത്തെ സഭയില്ലേ? ഏത്? അപ്പുറത്തെ പ്രാർത്ഥന സ്ഥലം. ഏത്? മറ്റേ ബെന്തിക്കോസോ? അതെ. അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. പിന്നെ ദൈവാസന്മാരൊക്കെ വരുന്നു, രോഗികളൊക്കെ സൗഖ്യം എന്നൊക്കെ കേട്ടെ. ചായൻ ഒന്ന് അങ്ങോട്ട് പോകുന്നെങ്കിൽ ചിലപ്പോൾ ദൈവം വിളിച്ചാലോ. ഉടനെ മലയാളി ഉടനെ പറയാം, ഞാനോ ബെന്തിക്കോസിലോ? എൻ്റെ കുടുംബം ഏതെന്നറിയാവോ? എത്ര പുരോഹിത വർഗമുള്ള കുടുംബമാണ്. എത്ര പിന്നെ ഞങ്ങളുടെ കുടുംബകല്ലറ ഏത് പള്ളി അറിയാവോ? ബെന്തിക്കോസിൽ തുള്ള. അതിനേക്കാൾ നല്ല ഞാൻ ക്യാൻസർ വന്ന് ചാകുന്നു. മനുഷ്യന്റെ പൊതു സ്വഭാവം പറയുന്നത്. അങ്ങനെ പോയി 3 ആഴ്ചയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് വെച്ച് ഈ അച്ചായനോട് ആരോ പറഞ്ഞു, വയനാട്ടിൽ ഒരു കേളുവൈദ്യനുണ്ട്, ഏത് രോഗവും മാറ്റുമെന്ന് പറഞ്ഞു. എടുക്കടാ വണ്ടി, പോടാ വിടറാ വയനാടെന്ന് പറഞ്ഞു. വയനാട്ടിൽ ചെന്നു. കേളുവൈദ്യം നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, ഒരു കാര്യം ചെയ്, നിങ്ങൾ കർണാടകയിൽ പോ, അവിടെ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ വിടറാ വണ്ടി, കർണാടക വിട്ടു. ആ വൈദ്യം നോക്കി വെച്ച് പറഞ്ഞു, ഇത് ഇവിടെ വെക്കുന്നതല്ല, കൈവിട്ടു പോയി, ഒരു കാര്യം ചെയ്യും, അവിടെ വണ്ടി ഒതുക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് ഇവിടെ കേന്ദ്രമന്ത്രിമാരെ ചികിത്സിക്കുന്ന ഒരു വിങ് ഇപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, അങ്ങോട്ട് വിടാൻ പറഞ്ഞു. ഒതുക്കട വണ്ടി, എടുക്കട ഫ്ലൈറ്റ്, നേരെ വിട്ടു ഡൽഹിക്ക്. ഡൽഹിയിൽ ചെന്ന് അവർ നോക്കി വെച്ച് പറഞ്ഞു, ഇച്ചിരി കടന്നു പോയി, ഒരു കാര്യം ചെയ്യും, മലേഷ്യക്ക് വിടാൻ പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് വിടറാ മലേഷ്യയിലെന്ന് പറഞ്ഞു. മലേഷ്യ വിട്ടു. മലേഷ്യയിലെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പുള്ളി വീണ്ടും വീട്ടിൽ വന്നു. അപ്പം മറ്റേ അമ്മാമ്മ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇനി അവിടെ ഒരു 3 ദിവസവും കൂടെ ഉള്ളൂ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ഒന്ന് അങ്ങോട്ട് പോന്നോ? അപ്പോൾ ഈ അച്ചായൻ്റെ കൊമ്പെല്ലാം ഒടിഞ്ഞിട്ട് പറയാം, എന്നാ പിന്നെ ഒന്ന് പോവാടി. മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് ഞാൻ പറഞ്ഞു. എല്ലാ കൊമ്പുകളും ഒടിഞ്ഞിട്ടേ ദൈവത്തിന്റെ അടുത്തോട്ട് വരത്തുള്ളൂ, അല്ലേ? ഇന്നും പലരും അങ്ങനെ ആരോഗ്യത്തോടിരിക്കുമ്പോൾ പിറകെ നടന്ന് വിളിക്കുക കർത്താവ്, വരികയല്ല.
അവസാനം കണ്ണും കരലും കിഡ്നി അടിച്ചു പോയി IC യൂണിറ്റിൽ കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ ഉപദേശിമാരെ തപ്പി നടക്കുന്നത്. ആരോഗ്യത്തോടിരിക്കുമ്പോൾ സറണ്ടർ ആയിക്കൂടെ? എന്തിനാണ് ദൈവത്തോട് മസിൽ പിടിക്കുന്നത്? പക്ഷെ മനുഷ്യന്റെ പൊതു സ്വഭാവം അങ്ങനെയാ. ഇത് സൃഷ്ടാവിനാണ് നല്ലപോലെ അറിയുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ പ്രമാണം വെച്ചു. എന്തിന്? ഇവന്റെ നേർച്ച കാഴ്ച യാഗങ്ങൾ. ഇവൻ യാഗം കഴിക്കുക അല്ലേ? ഓരോ ആഴ്ചയിലും പോകുമ്പോൾ കാളക്കുട്ടിയും കൊണ്ട് പോവുക, ആട്ടുംകുട്ടിയും കൊണ്ട് പോവുക, പ്രാവിൻ കുഞ്ഞിനെ കൊണ്ട് പോവുക. പക്ഷെ പാപം മോചിക്കപ്പെടുന്നുണ്ടോ? ഇതിന്റെ മേൽ ചുമത്തി യാഗം കഴിച്ച് തിരിച്ചു വന്ന് പിന്നെയും പാപത്തിൽ. ഇതിങ്ങനെ കണ്ടിന്യൂ നടന്ന് കാര്യം എന്താ? ഈ ന്യായപ്രമാണം വെച്ചപ്പോ തമ്പുരാൻ ഒരു ക്ലോസും കൂടെ വെച്ചു കൊടുത്തു. ന്യായപ്രമാണത്തിൽ ഒന്നിൽ തെറ്റിയാൽ സകലം തെറ്റി, ക്ലോസ് വെച്ചേക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നും തെറ്റാതെ ജീവിക്കാനോട്ട് ഇവന് കഴിയുന്നുണ്ടോ? മനുഷ്യന് കഴിയുന്നില്ല, കഴിയത്തില്ല. ഇപ്പോഴും നമ്മൾ നീതിമാന്മാരായി എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഒരു പാപത്തിലും പോകാതെ ജീവിക്കുന്നുണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ല, പരിശുദ്ധാത്മാവ് നമ്മളിലുള്ളത് കൊണ്ടാ. മനസ്സിലായോ? മനുഷ്യന്റെ കഴിവുകൊണ്ട് അത് സാധ്യമല്ല. അപ്പൊ മനുഷ്യൻ ചെയ്ത യാഗങ്ങളും പൂജകളും പുണ്യകർമ്മ ക്രിയാദികൾ കൊണ്ടൊന്നും ഇവന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് ഇവന് മോക്ഷം ലഭിക്കത്തില്ലെന്ന് ഈ ഇസ്രായേൽ ജനത്തിന് ഒരുവിധം ബോധ്യം. ഞാൻ ഈ പറയുന്നതിന്റെ തെളിവ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുക. തെളിവിലേക്കാണ് വരുന്നത്. ഇസ്രായേൽ ജനത്തിന് അത് ബോധ്യപ്പെട്ടു എന്ന് തമ്പുരാന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒരുവിധം പഴുത്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുവിധം പഴുത്തെന്ന് മനസ്സിലായപ്പോൾ തമ്പുരാൻ മോശയോട് പറഞ്ഞു, വിശ്വാസത്താലുള്ള രക്ഷയുടെ ഒരു ഡെമോ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നീ മരുഭൂമിയിൽ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ പറഞ്ഞു. വായിച്ചിട്ടില്ലേ? സംഖ്യാപുസ്തകം 21-ാം അധ്യായം പഠിക്കുമ്പോൾ മോശ യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, ആമേൻ, നീ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തണം. എന്തിനാ? അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ്, പോയിന്റ് ശ്രദ്ധിച്ചോണം, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരണത്തിലേക്ക് പോകുന്ന ആളുകൾ ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, 1 കിലോമീറ്റർ നടക്കാതെ, ഒരു പാരസെറ്റമോൾ കഴിക്കാതെ, ഒരു വൈദ്യം കഴിക്കാതെ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് ഒന്ന് നോക്കിയാൽ, ഒരൊറ്റ നോട്ടത്താൽ അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. ഇതൊരു നിഴലാണ്, ഇതൊരു ഡെമോയാണ്. എന്താ ഇതിന്റെ പൊരുള്? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇതിന്റെ പൊരുൾ എന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. 3:14. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ എന്ത് ചെയ്യണം? ഉയർത്തപ്പെടണം. എന്തിനാ? അടുത്ത വാക്ക് കണ്ടോ? എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവിടെ അക്ഷരീകമായ മരണത്തിലേക്ക് പോയ ഇസ്രായേൽ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് ഒന്ന് നോക്കിയാൽ അക്ഷരീക മരണം മാറി അവൻ അക്ഷരീക ജീവനിലേക്ക് കയറും എന്നായിരുന്നു എങ്കിൽ ആത്മീക മരണമായിരിക്കുന്ന നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ കാൽവരിയിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിങ്കലേക്ക് നോക്കിയാൽ വിശ്വാസത്താൽ അവൻ നരകശിക്ഷയിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തി കാൽവരിയിൽ വെളിപ്പെടാനുണ്ട്. ഇതാ അവിടെ കൊടുത്ത ഡെമോ. ആമേൻ. അതിന് എങ്ങനെ നോക്കണം? ആര് നോക്കണം? സംഖ്യാപുസ്തകത്തിലേക്കൊന്ന് ഓടി വന്നേ. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലേക്കൊന്ന് ഓടി വന്നേ. 21-ന്റെ അതിന്റെ 4 മുതലൊന്ന് വായിച്ചേ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. ശ്രദ്ധിച്ചോണേ, മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമില്ല, വെള്ളമില്ല, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. അടുത്തത്, ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന് ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ മരണം മാറി ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനിൽ സംഭവിക്കേണ്ടുന്ന ഒന്നാണ് അവൻ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് വേണം ഉയർത്തപ്പെട്ടതിലേക്ക് നോക്കാൻ. മനസ്സിലായോ? ജനം വന്ന് ഞങ്ങൾ ചെയ്തു പോയി, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് ജനം വന്ന് സമ്മതിച്ചപ്പോഴാണ് തമ്പുരാൻ അടുത്ത വാക്കിൽ മോശയോട് പറയുന്നത്. ആമേൻ. യഹോവ മോശയോട് പറയുന്നു, എന്താ പറഞ്ഞത്? ആമേൻ.
ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി ഉടനെ യഹോവ മോശയോട് പറഞ്ഞു, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ എന്ത് ചെയ്താൽ മതി? നോക്കിയാ മതി. ആ ഒരു നോട്ടം കൊണ്ട്. എങ്ങനെ നോക്കണം? ഇതിലേക്ക് നോക്കിയാൽ മരണം മാറി ജീവൻ പ്രാപിക്കുമെന്ന് ഞങ്ങളോട് ദൈവം പറഞ്ഞ വാക്ക് ഞങ്ങൾ പൊട്ടന്മാരെ പോലെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവനല്ലേ നോക്കാൻ പറ്റൂ? വിശ്വസിക്കാത്തവനോട് പറയാം, എടേ അതി നോക്കിയാൽ മരണം മാറുമെന്ന് ദൈവം പറഞ്ഞെന്ന്. പിന്നെ നോക്കിയാൽ ഉടനെ അങ്ങ് മരണം മാറുക, അതിന് വേറെ വട്ട് പറയാതെ പോടാ എന്ന് പറയാം. നോക്കണമെങ്കിൽ അവന്റെ അകത്ത് എന്തുണ്ടാവണം? ദൈവം പറഞ്ഞ കാര്യം സത്യമാണെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവന് മാത്രമേ അത് നോക്കാൻ പറ്റൂ, അല്ലേ? ഇതേ പ്രോസസ്സാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഇപ്പൊ ആരാ നോക്കേണ്ടത്? പാപം ഏറ്റുപറയുന്നവൻ ഉയർത്തപ്പെട്ട കാൽവരിയിലേക്ക് നോക്കിയാൽ നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിത്യജീവനിലേക്ക് അവൻ പ്രവേശിപ്പാനിടയായി തീരും. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. എന്തിനാ? നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന്. ഇനി ഇത് ആരോടാ പറഞ്ഞത്? 3-ാം അധ്യായം 1 മുതൽ വായിച്ചേ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇവൻ ആരാ? പാരമ്പര്യം പറയുന്ന യഹൂദന്റെ പ്രമാണിയാണ്. ഇനി അവന്റെ ഒരു യോഗ്യതയും കൂടെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ 10-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കേ. യേശു അവനോട്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത്. അപ്പൊ 1, ഇവൻ യഹൂദന്റെ പ്രമാണി. 2, ഈ ആളുകളെയൊക്കെ ഉപദേശിക്കുന്ന ഉപദേഷ്ടാവ്, അല്ലേ? അപ്പൊ പ്രമാണിയായ മനുഷ്യൻ, ഉപദേഷ്ടാവായ മനുഷ്യൻ. ഈ മനുഷ്യനാണ് യേശുവിന്റെ അടുക്കൽ വന്നത്. എപ്പോ വന്നു? 3-ാം അധ്യായം താഴോട്ട് വായിച്ചേ. 3-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുകയാണ്. കൂട്ടത്തിൽ അവൻ അതെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്. അപ്പൊ ഈ പ്രമാണി, ഈ ഉപദേഷ്ടാവ് യേശുവിന്റെ അടുക്കൽ എപ്പോഴാ വന്നത്? രാത്രി. ഇന്നും ചിലരക്കനാ. എന്തുകൊണ്ടാ? ഇരുട്ടിന്റെ മറപറ്റി വന്നു. കാരണം ആള് ചില്ലറക്കാരനല്ല, നാട്ടിൽ അറിയപ്പെടുന്ന പ്രമാണിയാണ്. പോരാത്തതിന് ഈ യഹൂദനെ ഉപദേശിക്കുന്ന പുരോഹിതനാണ്. ഈ പുരോഹിതൻ, ഈ പ്രമാണി രാത്രിയിൽ നസ്രായന്റെ അടുക്കൽ വന്നു. എന്തുകൊണ്ടാ? അവനെ യേശുവെന്ന് ഏറ്റുപറയുന്നവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി യഹൂദന്മാർ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ യേശുവിന്റെ അടുക്ക പ്രാർത്ഥനയ്ക്ക് പോയെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അവന്റെ പ്രമാണിത്വം തെറിക്കും, അവന്റെ സ്ഥാനമാനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇരുട്ടിന്റെ മറപറ്റി യേശുവിന്റെ അടുക്കൽ വന്നു. ഈ പറഞ്ഞത് ഷമീർ പാസ്റ്ററിന്റെ കഥയല്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. പിറവിയിലെ കുരുടനായിരുന്ന ഒരുത്തന്റെ കണ്ണിന് നസ്രയത്തുകാരൻ കാഴ്ച കൊടുത്തപ്പോൾ, നിനക്ക് കാഴ്ച കിട്ടിയത് എവിടുന്ന് എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല എന്ന് അവൻ ആദ്യം പറയുന്നതിന്റെ കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവനെ ഏറ്റുപറയുന്നവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം എന്നവർ ചട്ടം കെട്ടിയിരുന്നു. അപ്പോ ഈ തച്ചന്റെ മകനായ നസ്രയത്തുകാരനെ ഏറ്റുപറയുന്നവനെ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണമെന്ന് യഹൂദന്റെ അകത്ത് ചിന്തയിരിക്കുന്നത് കൊണ്ട് ഇരുട്ടിന്റെ മറപറ്റി ഈ പുരോഹിതനായിരിക്കുന്ന പ്രമാണിയായിരിക്കുന്ന ഈ മനുഷ്യൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. വന്നിട്ടൊരു ഡയലോഗ് കേട്ടോണം, വായിച്ചോ. റബ്ബി. റബ്ബി എന്ന വാക്കിന്റെ അർത്ഥം ഗുരുവേ എന്നാണ് വാക്കിന്റെ അർത്ഥം. റബ്ബി. അറിയുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ചിന്തകൾ വായിച്ചു പോയാൽ പോരാ, ഇത് ശ്രദ്ധിക്കണം, ധ്യാനിക്കണം. നോക്ക്, അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നിട്ട് ഇരുട്ടിന്റെ മറപറ്റി വന്നിട്ട് അവൻ ഒരു എന്താ പറയുക, ഒരു പരിചയപ്പെടുത്തലില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന ഒരാളെ കാണുകയാണ്, ഞാൻ എൻ്റെ പേര് ഷമീർ എന്നാണ്, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, കൊല്ലം ജില്ലയിൽ താമസിക്കുന്നു, ഇങ്ങനെ ഒരു മുഖവുരയില്ലേ? ഈ മനുഷ്യൻ നസ്രായന്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ നിക്കോദിമോസ് എന്ന് പറഞ്ഞ ആളാ, ഇവിടുത്തെ യഹൂദന്മാരെയൊക്കെ അത്യാവശ്യം പഠിപ്പിക്കുന്ന ആള് ഞാനാ, പിന്നെ ഇറങ്ങി നടന്ന 10 പേര് മാനിക്കുന്ന ഒരു പ്രമാണിയും കൂടാ. ഇതൊന്നുമില്ല, ഒരു ഇൻട്രഡക്ഷനും ഇല്ലാതെ വന്നുടനെ എന്താ പറഞ്ഞത്? അവൻ വന്നുടനെ കർത്താവിനെ പുകഴ്ത്തി. ഒരു പരിചയപ്പെടുത്തലില്ല. വന്നിട്ട് പറഞ്ഞു, ഓ റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. അതും പോരാ, ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അത്ഭുതം അടയാളം ഒന്നും ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. കർത്താവിനെ അങ്ങോട്ട് സുഖിപ്പിക്കുക, പുകഴ്ത്തുക.
ഇപ്പൊ ഞാനിപ്പോ യോഗം കഴിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഷമീർ പോസ്റ്റ് നിങ്ങൾ വചന ശുശ്രൂഷ ഭയങ്കര അനുഗ്രഹം എന്നൊക്കെ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ഉടനെ എന്ത് പുകഴ്ച ഇഷ്ടപ്പെടുന്നവരെ മനുഷ്യൻ പറയും കോളർ പിടി, ഇത് സമയമില്ലാത്തതുകൊണ്ട് അച്ഛാ ഞാൻ ഇതൊന്നും ഇതിന്റെ അപ്പുറത്ത് പറയും, ഞാൻ ആരാ മോൻ എന്നൊക്കെ പറയുന്ന ഒരു പുകഴ്ച മനുഷ്യന് ഇഷ്ടമാണ്. അപ്പൊ യേശുവിനോട് വന്നിട്ട് പറഞ്ഞു, നീ ഒരു സംഭവമാ, നീ ഒരു പ്രസ്ഥാനമാന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങോട്ട് ഭയങ്കര പുകഴ്ത്തി. നിങ്ങൾ ശ്രദ്ധിച്ചേ. പക്ഷെ കർത്താവിന്റെ മനോഭാവം എന്താ ശ്രദ്ധിച്ചേ. ഇവന്റെ ഒരു പുകഴ്ചയ്ക്കും കർത്താവ് മൈൻഡ് ചെയ്തില്ല, അവന്റെ സ്തുതി പാടലിന് മൈൻഡ് ചെയ്തില്ല. കർത്താവ് തിരിച്ച് ആ പറഞ്ഞ വാക്കിനൊന്നും ഒരു മറുപടിയും പറയാതെ കർത്താവ് ആ പുരോഹിതനോട് തിരികെ പറഞ്ഞ വാക്കൊന്ന് കേട്ടെ. യേശു അവനോട് ആ ആ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് അതേ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ പ്രമാണിയായാലും കൊള്ളാം, പുരോഹിതനായാലും കൊള്ളാം, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ആവർത്തിച്ചു പറയുന്നു. നിന്റെ സ്ഥാനമാനം വലുതായിരിക്കും, നീ അനേകരെ ഉപദേശിക്കാൻ കഴിവുള്ള പുരോഹിതനായിരുന്നിരിക്കും. പക്ഷേ ഇന്ന് രാത്രി പറയാം, നീ ആരാണെന്ന് പറഞ്ഞാലും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പെന്തക്കോസുകാരന്റെ വ്യാഖ്യാനം വേണ്ടല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. ആമേൻ. അപ്പൊ അടുത്ത വാക്ക് എന്താ? വായിച്ചേ. ആ നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇപ്പോഴും ചോദിക്കുക, ഈ പെന്തക്കോസുകാരന്മാരെ കൊണ്ട് തോറ്റു. യവമാരെ കണ്ട ഉടനെ യവമാര് പറയുന്നത് വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. ഇനി എങ്ങനെ ജനിക്കുന്ന കാര്യമായി പറയുന്നു. 19 വയസ്സായി, ഇനി രണ്ടാമത് അമ്മയുടെ വയറ്റിൽ കയറി ഒന്നുകൂടെ. ഇത് ഇന്നും ഇന്നലെയും ചോദിച്ച ചോദ്യം അല്ല, മലയാളി ചോദിച്ചതല്ല, അന്നേ ചോദിച്ചതാ. ഇനി രണ്ടാമത് അമ്മയുടെ വയറ്റിൽ കയറി ജനിക്കുവോ? എന്തൊക്കെയാണോ താങ്കൾ ഈ പറയുന്നത്? ചോദിച്ചു. അടുത്ത വാക്ക്. രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ആ അടുത്തത്. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല. നീ എങ്ങനെ പുതുതായി ജനിക്കണം പറ? വെള്ളത്താലും. അപ്പൊ ഈ ചില ആളുകൾ പറയും, ഓ ഇപ്പൊ പുള്ളി സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞു. ഇവിടെ സ്നാനമില്ല, ഈ വാക്യത്തിൽ സ്നാനമില്ല, ഈ വാക്യത്തിൽ വീണ്ടും ജനനേ ഉള്ളൂ. പിന്നെ പെന്തിക്കോസുകാർ വെള്ളം എവിടെ കണ്ടാലും ഉടനെ മുങ്ങുന്നതാന്ന് വിചാരിച്ചിരിക്കുക. ഈ വാക്യത്തിൽ സ്നാനമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ വാക്യത്തിൽ സ്നാനമില്ലെന്ന് പറയാൻ കാരണം, പാപമോചന സ്നാനം ഒരു മനുഷ്യനോട് ഉപദേശിക്കണമെങ്കിൽ യേശു ക്രൂശിക്കപ്പെടണം, അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം. അതിൽ വിശ്വസിക്കുന്നവനാണ് പാപമോചന സ്നാനം ഏൽക്കേണ്ടത്. അപ്പൊ ചോദിക്കും, യോഹന്നാന്റെ കാലത്തേറ്റ സ്നാനം അത് മാനസാന്തര സ്നാനം. ആ സ്നാനം പാപമോചന സ്നാനം അല്ലാത്തത് കൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 19 അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് യോഹന്നാന്റെ ശിഷ്യന്മാരെ വീണ്ടും സ്നാനപ്പെടുത്തിയത് വായിച്ചിട്ടില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം, അതവിടെ നിൽക്കട്ടെ, വിഷയം മാറണ്ട. അപ്പൊ ഇവിടുത്തെ വിഷയം സ്നാനമല്ല, ഇവിടുത്തെ വിഷയം എന്താണ്? വീണ്ടും ജനനം പ്രാപിക്കണം, പുതുതായി ജനിക്കണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ പുതുതായി ജനിക്കേണ്ടത്? ഇവിടെ എഴുതിയിരിക്കുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക, അതാണ് കർത്താവ് പഠിപ്പിച്ചതാണോ? ആണ്. എന്താ വെള്ളം? വെള്ളം യെശയ്യാവ് 55:1. യെശയ്യാവ് 55:1 വായിച്ചോ. 55:1. അല്ലയോ, ഇങ്ങോട്ട് നോക്ക്. അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, ദ്രവ്യമില്ലാത്തവരുമാ എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തവരാണേലും കുഴപ്പമില്ല. എന്തിനു വരാൻ? എന്തിനു വരാൻ? വെള്ളത്തിന്. നിങ്ങൾക്ക് 1 രൂപ ഇതിന് മുടക്കില്ലെന്ന്. ഇത് സൗജന്യമായി കിട്ടുന്ന വെള്ളമാ. മനസ്സിലാകുന്നുണ്ടോ? അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ. അടുത്ത വാക്ക് വായിച്ചേ. വന്നു വാങ്ങി. കേട്ടില്ല. എന്നാ ഇടപാടാ അത്? വെള്ളം തിന്നാനോ? മനസ്സിലാവുന്നുണ്ടോ? വന്നു വാങ്ങി വെള്ളങ്ങളും മറ്റും കുടിക്ക് എന്നല്ലേ പറയുന്നത്? വെള്ളം തിന്നാനോ? ഇപ്പൊ കർത്താവ് പറയുന്ന വെള്ളം തിന്നുന്ന വെള്ളം. എന്താ തിന്നുന്ന വെള്ളം? പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു, മനുഷ്യപുത്ര നീ കാണുന്ന ചുരുൾ തിന്നുക, തിന്നു വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക, എന്നിട്ട് എൻ്റെ ജനത്തോട് പോയി പറയുക, അത് ഞാൻ തിന്നു, എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തേനിലും തേങ്കട്ടയിലും അധികം മധുരമുള്ള തിന്നുന്ന വെള്ളം ദൈവത്തിന്റെ വചനം.
അപ്പൊ യേശു കർത്താവ് പറയുന്നത് ഒരു മനുഷ്യൻ പുതുതായി ജനിക്കണമെങ്കിൽ അവൻ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനനം പ്രാപിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് എന്തിലാ? വചനത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, വചനത്താലും ആത്മാവിനാലും ജനിക്കുക, അങ്ങനെ ജനിച്ച ആരെങ്കിലും ഉണ്ടോ പാസ്റ്ററെ? എനിക്കൊരാളെ അറിയാം, ഞാൻ പറയാം. ദൂതൻ മറിയയോട് വന്നിട്ട് പറയുന്നു, മറിയേ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. അപ്പൊ അകത്തൊരുത്തൻ വരും, ഉദരത്തിന്റെ അകത്തൊരുത്തൻ ഉരുവാകും. ഉരുവാകുന്നവന്റെ പേര് യേശു ക്രിസ്തു. ആണോ? ആണ്. ആരാ യേശു ക്രിസ്തു? യോഹന്നാൻ പറഞ്ഞു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പേര് യേശു ക്രിസ്തു. അപ്പൊ യേശു വചനം. മറിയയിൽ പ്രവർത്തിച്ച ആത്മാവ് ഏത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവും വചനവും മറിയയുടെ ഉദരത്തിൽ പ്രവർത്തിച്ചപ്പോൾ യേശു ജനിച്ചു. വചനവും ആത്മാവും നിന്നിൽ ക്രിയ ചെയ്യുമ്പോൾ, നിന്റെ അകത്ത് യേശു ജനിക്കുമ്പോൾ നീ വീണ്ടും ജനിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെങ്ങനാ പാസ്റ്ററെ? വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. വേഗത്തിൽ റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. ഇവിടെ നോക്ക്. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് ചെയ്താൽ നീ ബോൺ അഗൈൻ ആവും, രക്ഷിക്കപ്പെടും, നീ വീണ്ടും ജനിക്കും. അപ്പൊ നീ വീണ്ടും ജനിക്കണമെങ്കിൽ നിന്നിൽ എന്ത് സംഭവിക്കണം? യേശു എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമാണ് എന്നും അവൻ എനിക്ക് വേണ്ടി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്നെ ചേർക്കാൻ വീണ്ടും വരാൻ കഴിയുന്ന ജീവനുള്ള ദൈവമാണ് എന്നും നിന്റെ അതരം കൊണ്ട് എന്ത് പറയണം? ഏറ്റു പറയണം. പറയുന്നതിന്റെ പേരാണ് വചനം. അല്ലേ? ആമേൻ. മറുഭാഗത്ത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും അവനെ കർത്താവെന്ന് ഏറ്റു പറയാൻ കഴിയില്ല. അകത്ത് പരിച്ഛേദന ഉണ്ടായിട്ട് പറയണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? അല്ലാതെ പറയുന്നവരില്ലേ? ഇല്ലേ? അച്യുതാനന്ദൻ നിയമസഭ കയറി നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും പറഞ്ഞില്ലേ? അതുകൊണ്ട് അയാൾ രക്ഷിക്കപ്പെട്ടോ? എന്താ? ബുദ്ധി കൊണ്ടും പറയാം, ആത്മാവ് പ്രവർത്തിച്ചും പറയാം. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് അകത്ത് പരിച്ഛേദന വരുത്തിയിട്ട് പറയുന്നതാണ് രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണം. അല്ലാതെ പറയാം. നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സിൽ കയറിയാൽ ഒരു ഭാഗത്ത് പിന്നെ മുസ്ലിം പള്ളിയുടെ പടം, അതിന്റെ നടുക്ക് അയ്യപ്പന്റെ പടം, ഇപ്പുറത്ത് കുരിശിൽ കിടക്കുന്ന യേശുവിന്റെ പടം. അവനോട് ചോദിക്കുക, എന്തിനാ ഞങ്ങളുടെ യേശുവിനെ എടുത്ത് നിങ്ങളുടെ ബസ്സിൽ വെച്ചേക്കുന്നത്, രണ്ടെണ്ണത്തിന്റെ നടുക്ക് വെച്ചേക്കുന്നത് ചോദിച്ചാൽ അവൻ ഉടനെ പറയും, എനിക്ക് യേശുവിനെയും വിശ്വാസമായി, ഇഷ്ടമാ, അതുകൊണ്ടെന്താ അവൻ രക്ഷിക്കപ്പെട്ടോ? ഇല്ല. അപ്പോൾ ബുദ്ധിയിൽ പ്രസംഗിക്കാം, ബുദ്ധിയിൽ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ പ്രശ്നമില്ല. പക്ഷെ രക്ഷാനിർണയം അകത്ത് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് പരിവർത്തിച്ചിട്ട് യേശുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ് നിന്നിൽ സംഭവിക്കണം. ആ പ്രോസസ് സംഭവിക്കുന്നു എന്നതിൻ്റെ തെളിവ് നിന്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് നീ കർത്താവിന് കൈമാറുന്നതാണ് രക്ഷിക്കപ്പെട്ടതിൻ്റെ ലക്ഷണം. ആമേൻ. എന്നെ ഈ മീറ്റിങ്ങിന് കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ ഡ്രൈവ് ചെയ്ത്, ഞാൻ അപ്പുറത്തിരിക്കുക. അപ്പം ഈ GPS ഇട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇതിൻ്റെ അഡ്രസ്സ് ഇട്ട് ഇങ്ങനെ വരിക. അപ്പം ഇത്രാമത് എക്സിറ്റ് എടുത്ത് വേണം ഇങ്ങോട്ട് വരാനെന്ന് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹമാണ് ആ സ്റ്റിയറിംഗ് പിടിച്ച് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയാം, അങ്ങ് വരെ പോകണ്ടല്ലോ, സമയം പോയി, ഈ എക്സിറ്റ് ഇങ്ങോട്ട് പിടിയെന്ന് പറഞ്ഞ് പിടിച്ചാൽ വണ്ടി എന്ത് ചെയ്യും? ഇത് കൊണ്ടുപോകുന്നവന് ലക്ഷ്യത്തിൽ കൊണ്ടുപോകാൻ അറിയുന്നവനാണ് വിളിച്ച് അടുത്തിരുത്തിയത്. അല്ലേ? സ്വന്തം ഇഷ്ടത്തിന് സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഫ്രീ ആയിട്ട് അവിടെ ഇരുന്നാൽ മതി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ സകല ചിന്താകുലം അവന്റെ ഇടത്തില്ല. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, അമ്മച്ചി തലയിൽ ചുമടും കൊണ്ട് പോകുന്നുണ്ട്. കാളവണ്ടിക്കാരൻ നിർത്തിയേച്ച് പറഞ്ഞു, എന്തിനാ അമ്മാമ്മയെ ചുമക്കുന്നത്, ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ കയറാൻ വണ്ടി കൊടുത്തു. വണ്ടിക്കകത്ത് കയറിയിട്ടു അമ്മച്ചി ചുമട് തലയിൽ അതിനകത്ത് വെക്കുന്നില്ല. അത് നമ്മൾ കരുതുന്നതാകയാൽ കർത്താവ് പറഞ്ഞു ഇട്ടോ,
ഞാൻ ചുമന്നോളാം, കുഴപ്പമില്ല, ഇട്ടോ. ഇടുകയല്ല. ഇതും പൊക്കി പിടിച്ചോണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നില്ല എനിക്ക്. എന്തിനാ കഴിയുന്നത്? ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായി? നമ്മൾ വിടുകയല്ല, നമ്മൾ ഇത് താങ്ങി പിടിച്ചോണ്ടിരിക്കുക. പോട്ടെ, അത്തരം വിഷയങ്ങളിലോട്ടൊക്കെ നമുക്ക് നാളെ കയറാം. ഇപ്പൊ അകത്തോട്ട് വരാനുള്ള വഴിയാ പറയാം. വന്നവർക്കുള്ളത് നാളെ നാളെ വരുന്നേ സൂക്ഷിച്ചേ വരാവൂ. സ്തോത്രം. അതുകൊണ്ട് ശ്രദ്ധിച്ചേ. പിന്നെ പാസ്റ്റർ എന്നെ മീറ്റിങ്ങിന് വിളിച്ചപ്പോഴേ എന്നോട് ആദ്യമേ തൊട്ട് പറയുന്നൊരു കാര്യമാണ്, പാസ്റ്ററെ ഞങ്ങളൊരു കൊച്ച് കൂട്ടമാണ്, ഒരു കൊച്ച് കൂട്ടമാണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ അതിന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരിക്കുന്ന കർത്താവിന് ഇറങ്ങി വരണം. എത്ര പേര് വേണം പറ? 2 3 പേരുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവിന് വരാമെങ്കിൽ പിന്നെ കർത്താവിനേക്കാളും വലിയ പുള്ളിയാണോ പ്രസംഗകര്? ആണോ? ആണോ? നിങ്ങളൊക്കെ വരുന്നോ വരാതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാ. എനിക്കിവിടെ ആൾക്കൂട്ടം വേണമെന്നൊന്നുമില്ല. പക്ഷെ ഇരിക്കുന്നവൻ 2 എണ്ണം ആയാലും ആ 2 എണ്ണം ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിത്യതയ്ക്കായി ഒരുക്കപ്പെടണം. നിത്യതയ്ക്കായി ഒരുക്കപ്പെടണം. അതിനുവേണ്ടിയാ കർത്താവ് മരിച്ച്. അതായത് ഇപ്പോൾ ചിലത് സംഭവിക്കുന്നു, ഓ ശക്തിയോടെ. നിങ്ങൾ വട്ട് പിടിച്ചവന്മാരാ, ഒന്നുമല്ല, നിത്യതയ്ക്ക് വേണ്ടി. ഇന്ന് ഞാൻ വിടുക, എന്നങ്ങോട്ട് കയറുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അപ്പോ കർത്താവിന് സ്റ്റിയറിംഗ് കൈമാറണം എന്ന് പറഞ്ഞാൽ, സഹോദരൻ ഒരു നിമിഷം ഒന്ന് മുന്നോട്ട് വന്നേ, ഒരു ഹെൽപ്പിന്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയാ പ്രിയപ്പെട്ടവരെ. ഒന്ന് ഗൗരവം. നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് സ്നാനപ്പെട്ടാ തീർന്നെന്നാ, അല്ലേ? സ്നാനപ്പെട്ടു, ഇനിയിപ്പോ എന്താ, ആരാനിക്കും? ഇതിന്റെ അപ്പുറത്തൊരു ഗൗരവമുണ്ട്. വേദപുസ്തകം പറയുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായാലും നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കും നിങ്ങൾ. സ്നാനമേറ്റപ്പോൾ ആരോടാ ചേർന്നത്? യേശുക്രിസ്തുവിനോട്. ഈ പുള്ളി യേശു, ഞാൻ സ്നാനപ്പെട്ട് ഇദ്ദേഹത്തോട് ചേർന്നു, അല്ലേ? എന്നിട്ട് പൗലോസ് പറയാണ്, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു. ഇനിയിപ്പോ എന്റെ ജീവിതത്തിൽ ആരുടെ ഇഷ്ടത്തിനാ പോന്നേ? ഈ പുള്ളിയുടെ ഇഷ്ടത്തിനാ പോന്നേ, അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്റെയും നിന്റെയും ജീവിതത്തിലെ കാര്യമാണ് പറയുന്നത്. ഇനി ഈ പുള്ളി കാണുന്നതെല്ലാം എനിക്കും പറ കാണാം. ഈ പുള്ളി കേൾക്കുന്നതെല്ലാം എനിക്കും കേൾക്കാം. ഈ പുള്ളി അമേരിക്കയിൽ എവിടെയൊക്കെ പോവോ അവിടെ എല്ലാം എനിക്കും പോകാൻ ആക്സസ് ഉണ്ട്. കാരണം ഈ പുള്ളിയുടെ കൂടെ ചേർന്ന് പോയി, അല്ലേ? മനസ്സിലാകുന്നുണ്ടാവല്ലോ. അപ്പൊ ഈ പുള്ളി പോകുന്നിടത്തെല്ലാം എനിക്ക് എന്ത് ചെയ്യാം? പോകാം. അതാ ക്രിസ്തീയ ജീവിതം. അപ്പൊ ഞാനൊരു ദിവസം ഈ പുള്ളിയോട് പറയാം, ബാഹുബലി റിലീസായിട്ടുണ്ട്, ഭയങ്കരമാന്നാ കേട്ടെ, ബാ. ഈ പുള്ളി വരുവോ? വരുവോ? ഇവിടെ ഒരു വടം വലിയ ആരും കാണത്ത, വരുവോ? അവിടെ വെച്ച് ഈ ബന്ധം ഒന്ന് മുറിയും. ഞാൻ വരുന്ന സ്ഥലമല്ലത്. താങ്ക് യു. ഞാൻ വരുന്ന സ്ഥലം, നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ ഗൗരവം മനസ്സിലായി? എത്ര പേർക്ക് എൻ്റെ ഗൗരവം മനസ്സിലായി? കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന മേഖലയാണ് വിശ്വാസ ജീവിതം. പ്രൈസ് അല്ലോ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുത്താൽ മതി, സിമ്പിൾ. കുഞ്ഞുങ്ങളെ നമ്മൾ അവരെ ഓടുന്നു, അയ്യോ എൻ്റെ കുഞ്ഞ് ഒന്നുമില്ല. കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ നിങ്ങൾ പഠിക്കുന്നിടത്ത് യേശു അപ്പച്ചന് കാണാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്കും കാണാം. അപ്പൊ അടുത്തിരിക്കുന്ന പിള്ളേര് മൊബൈലെടുത്ത് കുത്തി ഒന്ന് നോക്കുക. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് ഇതൊന്നും യേശു അപ്പച്ചൻ കാണുന്നതല്ല, എനിക്കും കാണണ്ട. അപ്പുറത്തിരുന്ന് വേണ്ടാത്ത പറയാ, ഇതൊന്നും കർത്താവ് കേൾക്കുന്നതല്ല, അതുകൊണ്ട് എനിക്കും കേൾക്കണ്ട. ഇതിലെന്താ ഇത്ര ശ്വാസം പിടിച്ച് ചെയ്യേണ്ടത്? ഒന്നുമില്ല, സിമ്പിൾ. വിശ്വാസ ജീവിതത്തെ മസിൽ പിടിച്ചൊന്നും കൊണ്ട് നടക്കേണ്ടതല്ല, വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനോട് ചേർന്നു എങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് അത് കർത്താവിൻ്റെ കയ്യിലാണ് എന്ന് ഏൽപ്പിച്ചവനാണ് രക്ഷിക്കപ്പെട്ടവൻ. അല്ലാതെ ഒരു ചർച്ചിൽ വരുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടതാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, ഈ ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ IPC ആണോ, AG ആണോ, ചർച്ച് ഓഫ് ഗോഡ് ആണോ, ഷാരോൺ ആണോ, ശാലേമാണോ? ഇതൊന്നും സഭയല്ല, ഇതെല്ലാം സംഘടനകളാണ്. തെറ്റിദ്ധരിക്കരുത്, ഇതെല്ലാം എന്താണ്? സംഘടനകളാണ്. പക്ഷേ ഈ സംഘടനയ്ക്കകത്തെല്ലാം എന്തുണ്ട്? സഭയുണ്ട്. ഈ സംഘടനയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് വിശുദ്ധിയും വേർപാടും സൂക്ഷിച്ച് സഭയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതെ അധികാരമോഹം ഇല്ലാതെ ഒരു തരത്തിലുള്ള വിഷയങ്ങളുമില്ലാതെ കർത്താവിന്റെ മുഖത്ത് പോയി നോക്കി ആരാധനയ്ക്ക് വന്ന് കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കർത്താവിന്റെ വരവിനായി പ്രത്യാശ വെച്ച് കാത്തിരിക്കുന്ന ഒരു കൊച്ചുകൂട്ടം എല്ലാ സംഘടനയ്ക്കകത്തുകൊണ്ട്. ആ സംഘടനയാണ് സഭ. ആ സഭ കർത്താവിനോട് കൂടെ പറന്നു പോകും. അല്ലാതെ IPC കൊണ്ടുപോകാനല്ല യേശു വരുന്നേ, AG കൊണ്ടുപോകാനല്ല യേശു വരുന്നേ.
കസേരയ്ക്ക് അടിച്ച് കിടക്കുന്നവനെല്ലാം ഇവിടെ കിടക്കും. അതിൻ്റെ അകത്ത് നിത്യതയിൽ പ്രത്യാശ വച്ചിരിക്കുന്ന സഭ പറന്നു പോകും. വേഗത്തിൽ അവസാനിപ്പിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ കർത്താവ് പറയുന്നത് പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുരോഹിതനായാലും പ്രമാണിയായാലും ഉപദേഷ്ടാവായാലും നമ്മൾ ഈ ലോകത്തിൽ എത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ മോശയ്ക്ക് ഈ സർപ്പത്തെ ഉയർത്തുവാനുള്ള ഡെമോ ഇസ്രായേൽ മുമ്പിൽ കാണിക്കാൻ പറഞ്ഞത് വിശ്വാസത്താൽ ഒരു രക്ഷ വെളിപ്പെടാനുണ്ട് എന്നത് ഇസ്രായേൽ ഒരു ഡെമോ കാണിച്ചു കൊടുത്തതാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഈ അടുത്ത കാലത്ത് നാട്ടിൽ ഒരു പള്ളിയിലച്ചൻ പറഞ്ഞു, അദ്ദേഹം അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കും, എന്നാലും അദ്ദേഹം പബ്ലിക്കായി പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ പെന്തക്കോസുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ മോശയോട് സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് ആരാ? ദൈവമാണ് പറഞ്ഞത്. സർപ്പം വിഗ്രഹമല്ലേ? അതെ. ഉണ്ടാക്കാൻ പറഞ്ഞ ആരാ? ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങളോട് ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പെന്തക്കോസുകാരോട് പറഞ്ഞാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഇദ്ദേഹം ഉണ്ടാക്കിയത് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് പഠിപ്പിച്ചില്ല. നിങ്ങൾക്കറിയാവോ എന്ത് സംഭവിച്ചെന്ന്? നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം ഒന്ന് വേഗത്തിൽ ഇങ്ങോട്ടൊന്നിട്ടേ. ഞാൻ ഇപ്പോൾ നിങ്ങൾ ശീലിക്കണ്ട. 2 കിങ്സ് 18 ചാപ്റ്റർ ഇട്ടേ. ഇങ്ങോട്ട് നോക്ക്. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഓശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ്, വ്യാഖ്യാനമൊന്നും വേണ്ട, വായിച്ചു നോക്കിയാൽ മതി. ഹിസ്കിയാവ് രാജാവായി. അടുത്ത വാക്ക്. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സാണ്. പുള്ളി അധികാരത്തിലേറ്റപ്പോൾ എത്ര വയസ്സ്? 25 വയസ്സ്. അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. 25 വയസ്സിൽ ഭരിക്കാൻ കയറിയവൻ എത്ര വർഷം ഭരിച്ചു? 29 വർഷം ഭരിച്ചു. അവന്റെ അമ്മയ്ക്ക് അബി എന്ന് പേര്, നല്ല പേരല്ലേ? അടുത്തത്, അവൾ സക്കറിയാവിന്റെ മകൾ ആയിരുന്നു. നമുക്കെന്നാ സക്കറിയാവിന്റെ മകളായിരുന്നു. അടുത്ത വാക്ക്. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്ത പോലൊക്കെയും യഹോവയ്ക്ക് ആ ഭാഗം ശ്രദ്ധിച്ചോണം. ഹിസ്കിയാവ് ആർക്ക് പ്രസാദമുള്ളത് ചെയ്തു? യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. എന്താ പ്രസാദമുള്ളത്? അടുത്ത വാക്ക്. അവൻ പൂജാഗിരികളെ നീക്കി. പ്രസാദമുള്ളത് 1, പൂജാഗിരികളെ നീക്കി. അടുത്തത്, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു. ദൈവത്തിന് പ്രസാദമുള്ളത്. അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. അടുത്തത്, മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ അപ്പൊ ഉണ്ടാക്കിയത് മാത്രമേ പുള്ളി പഠിപ്പിച്ചോളൂ, ഉടച്ചത് അതാ പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. ഇനി നിങ്ങൾ ചോദിക്കുക, എന്തിനാ ഉടച്ചേ? അടുത്ത വാക്ക്. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്ന, അതിന് നെഗുഷ്ടാൻ എന്ന് പേരായിരുന്നു. കണ്ടോ? അപ്പൊ മോശയോട് തമ്പുരാൻ ഈ ദൂത് പറഞ്ഞു. മോശ സർപ്പത്തെ ഉണ്ടാക്കി, ജനം നോക്കി, വിടുതൽ പ്രാപിച്ചു. മോശയും വിട്ടു, യഹോവയും വിട്ടു. ആര് വിട്ടില്ല? ഇസ്രായേൽ വിട്ടില്ല. പണ്ട് ഒരച്ഛൻ ഇങ്ങനെ ഒരു രസകരമായ കഥ പറഞ്ഞു. അച്ഛനും കപ്പിയാരും കൂടെ പള്ളിയിലേക്ക് പോകുമ്പം ഒരു ഇടുങ്ങിയ പാലത്തിലൂടെ ഇങ്ങനെ പോകണം. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോകാൻ നേരം പള്ളിയിൽ ഒരു വിശ്വാസി സഹോദരി ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ ഈ പാലത്തിൻ്റെ തടി പൊളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ നീ ഇങ്ങോട്ട് കയറി വരില്ല, അത് പൊളിഞ്ഞിരിക്കുക, നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങോട്ട് ചെന്ന് ആ സഹോദരിയുടെ കൈക്ക് പിടിച്ച് വീഴാതെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് വിട്ട് അച്ഛൻ അങ്ങ് പോയി. അങ്ങനെ അച്ഛനും കപ്പിയാരും കൂടെ നേരെ പള്ളിയുടെ അടുത്ത് എത്താറായി. അപ്പം കപ്പിയാർ അച്ഛനോട് പറയാം, അച്ഛോ എന്നാലും അച്ഛൻ ആ പെണ്ണിന്റെ കൈക്ക് പിടിച്ചത് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതാ രസകരമായൊരു കഥയായതുകൊണ്ട്. അപ്പൊ അച്ഛൻ ഉടനെ മറുപടി പറഞ്ഞു, എന്നാലും എൻ്റെ കപ്പിയാരെ, പാലം കടന്ന ഉടനെ ഞാൻ ആ കൈ വിട്ടു, എന്നിട്ട് നീ ഇതുവരെ അല്ലേ? ശരിയല്ലേ? നമ്മുടെ ആളുകളും അങ്ങനാ. ദൈവം വിട്ടാലും നമ്മൾ വിടത്തില്ല, മുറുകെ പിടിച്ചിരിക്കുക. അപ്പോൾ പാലം കടന്നപ്പോഴേ അദ്ദേഹം കൈവിട്ടു, ഈ പുള്ളി വിട്ടിട്ടില്ല. ഈ പുള്ളി അടുത്ത വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി കാത്തിരിക്കുക. എടാ അറിഞ്ഞോ, ഇന്ന് നമ്മുടെ അച്ഛൻ കൈക്ക് പിടിച്ചു, ഇങ്ങനെ ഇരിക്കുക പുള്ളി. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പം ഈ യഹോവയായ ദൈവം വിട്ടു, മോശം വിട്ടു. ആര് വിട്ടില്ല? ഇസ്രായേൽ വിട്ടില്ല. അവരെടുത്തോണ്ട് പോയി അതിനെ ഒരു കണ്ണാടിക്കൂട്ടിലാക്കി ഒരു പേര് വിട്ടു. എന്താ? നെഗുഷ്ടാൻ എന്ന പേര് വിട്ടു. ധൂപക്കുറ്റി എടുത്ത് അതിന്റെ മുമ്പിൽ ആട്ടാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഉടകടാന്ന്. പിടികിട്ടിയോ നിങ്ങൾക്ക്? അതുകൊണ്ട് അതൊരു ഡെമോയാണ്. വിശ്വാസത്താൽ മരണം മാറി ജീവനിലേക്ക് പ്രവേശിക്കാൻ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് മോശ മുഖാന്തരം ജനത്തോട് അറിയിച്ചു. ശേഷം അടുത്തൊരു പാർട്ടിയൂടെ പറഞ്ഞ് തൽക്കാലം നിർത്തുക, ബാക്കി നാളെ. ശേഷം ഈ ഡെമോ ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം ദൈവത്തിന്റെ അടുത്ത പദ്ധതി എന്തായിരുന്നു? പ്രവാചകന്മാരെ രംഗത്തയച്ചു. എത്ര മനോഹരമാ! യെശയ്യാവ്, യിരെമ്യാവ്, എസ്കേൽ, ദാനിയേൽ, ഹോശ, യോവേൽ പ്രവാചകൻ രംഗത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞു, യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി
ഒരു മകനെ പ്രസവിക്കും. മോശ മരുഭൂമിയിൽ കാണിച്ച ഡെമോ ഉണ്ടല്ലോ, അത് നിവർത്തിയാകാൻ പോകുന്നത്. കന്യകയിലൂടെ ഒരു പുത്രൻ പുറത്തേക്ക് വരും. കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. എപ്പോഴാ പറഞ്ഞത്? യേശു ജനിക്കുന്നതിന് ഏകദേശം, പണ്ഡിതന്മാർ പറയുന്നു, യേശു ജനിക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനം. കന്യാഗർഭിണിയായ ഒരു മകനെ എത്ര വർഷം മുമ്പ്? 700 വർഷം മുമ്പ്. ഇന്നിപ്പോ 7 മണിക്കൂർ മുമ്പ് ഇമാര് പറഞ്ഞിട്ട് ഒക്കുന്നില്ല. പ്രവചനം മനസ്സിലായോ? ചിലർ പറഞ്ഞു ആരോടൊക്കെയോ ദൈവം സംസാരിക്കും. അതേത് ആത്മാവാ? മനസ്സിലായി? നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. അങ്ങനെ പറയുന്ന ആത്മാവല്ല ദൈവാത്മാവ്. നാളെ ഒരുത്തൻ പറഞ്ഞു, ബാബു എന്നൊരു പേരെന്നെ കാണിക്കുന്നു. ബാബു ഉണ്ടോ? അവന് ആവുന്ന ലേലം വിളിച്ചിട്ടും ബാബു. അന്നേരം ഉടനെ പണി വീഴാതിരിക്കാൻ ഉടനെ പറഞ്ഞു, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും? എന്നിട്ടും ഇല്ല. കുടുംബ ബന്ധങ്ങളിൽ ബാബു എന്ന് പേരുള്ള ആരെങ്കിലും? എന്നിട്ടും ബാബു ഇല്ല. പരിശുദ്ധാത്മാവ് ഇങ്ങനൊക്കെ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് കളിയാ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ തൃത്വത്തിൽ ആരാ? സാക്ഷാൽ ദൈവം, യഹോവയായ ദൈവം എന്ന് കേൾക്കുമ്പോൾ എത്ര ഭയവും ഭക്തിയും ബഹുമാനവും നമുക്കുണ്ടാകുന്നു. അതിലൊരൽപ്പം പോലും കുറയാതെ പുത്രൻ എന്ന് കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോഴും അതേ ബഹുമാനവും ഭയവും നമുക്ക് വേണ്ടേ? പക്ഷെ നമുക്കിത് കളിയാ. പരിശുദ്ധാത്മാവ്, ഓ ആത്മാവ് എന്നോട് പറയുന്നു. ചുമ്മാ കളിക്ക് പറയാനുള്ളതല്ലത്. മനസ്സിലായോ? ആരോടോ ദൈവം ഇങ്ങനൊക്കെയാ പറയുന്നത്. ഞാൻ വായിച്ച വേദപുസ്തകത്തിൽ യേശു കാട്ടത്തിയുടെ ചുവട്ടി വന്നു നിന്നുകൊണ്ട്, ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോ? അങ്ങനാണോ? ആണോ? ഉണ്ടോ? അങ്ങനാണോ? യേശു ലേലം വിളിച്ചില്ല. ഇരുന്ന മരത്തിന്റെ കീഴെ എത്തി മേപ്പോട്ട് നോക്കി, തക്കായേ ഇറങ്ങി വാ. അതാ ദൂത്. മനസ്സിലായോ? അതാ പരിശുദ്ധാത്മാവ്. നമുക്ക് പിന്നെ കറക്കി കുത്തിയാൽ മതി, പോട്ടെ. അപ്പൊ പ്രവാചകൻ യെശയ്യാവിന്റെ പ്രവചനത്തെ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് 300 വർഷം കഴിഞ്ഞപ്പോൾ ദാ കയറി വരുന്നു അടുത്ത പ്രവാചകൻ. ആര്? മീഖ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ആ യെശയ്യാവ് പറഞ്ഞ ആ പുത്രനുണ്ടല്ലോ, അവൻ ബെത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത് എന്ന വില്ലേജിൽ ജനിക്കും. ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്കപ്പുറം, യെശയ്യാവിന് ശേഷം 300, യേശു ജനിക്കുന്നതിന് 400 വർഷം മുമ്പ് മീഖ പ്രവാചകം എന്ന് പറയുകയാണ്, ബെത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്തിൽ ജനിക്കും. തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് പ്രവചിച്ചതുപോലെ ലോകത്തിൽ അവതാരമെടുത്ത ഒരുത്തൻ ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശുക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും ഉലകത്തിൽ അങ്ങനെ ഉദയം കൊണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാണ്. സകല പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് യേശു ബെത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി മാതൃകയുള്ളൊരു ജീവിതം ജീവിച്ച് കാണിച്ചു തന്ന ക്രിസ്തു. ദൈവമെന്ന അധികാരം തനിക്കുണ്ട്. എന്നിട്ട് 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി. ഇന്നത്തെ പിള്ളേരോ 18 ആകാനിരിക്കുക. കാണിച്ചു തരാൻ തള്ളേ, 18 ആവട്ടെ അല്ലേ? 18 ആവട്ടെ, അതുവരെ ഉള്ളു തള്ളേ. 30 വയസ്സ് വരെ മാതൃകയുള്ളൊരു ജീവിതം കാണിച്ചു. 33 വയസ്സിൽ പരസ്യ ശുശ്രൂഷയ്ക്കിറങ്ങി. കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് പ്രവർത്തിക്ക് ആരംഭം കുറിച്ചു. അവിടെ തുടങ്ങി നമുക്ക് നാളെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഇതേ വേദഭാഗം തുടർന്ന് ചിന്തിച്ച് നാം വായിച്ച കുറിവാക്യത്തിലൂടെ ആത്മീയമായി ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.